ഗം ഗണപതയേ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം സം സരസ്വത്യേ നമഃ. ഓം ശ്രീ ചിന്മയ സദ്ഗുരവേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. ഹരി ഓം. സുപ്രഭാതം. എല്ലാ ദിനങ്ങളും പുണ്യദിനങ്ങളാണ്. ഇന്ന് വിശേഷിച്ചും വളരെ പ്രധാനപ്പെട്ടൊരു ദിവസമാണ്. സത്യത്തിൽ നമ്മുടെ പഞ്ചാംഗപ്രകാരം ഇന്നാണ് കർക്കടക വാവ്. പിതൃക്കൾക്ക് എല്ലാവർക്കും സന്തോഷമായി അവരുടെ എല്ലാം അനുഗ്രഹങ്ങൾ നേടേണ്ട ഒരു വിശേഷമായ ദിവസമാണിന്ന്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ചെറിയൊരു സത്സംഗം, ഒരു ദിവസത്തെ ഒരു അന്തർയോഗം, അത് നമുക്ക് തീർച്ചയായിട്ടും വളരെ സഹായകരമായിരിക്കും. പിതൃക്കളെ സന്തോഷിപ്പിക്കുന്നത് തർപ്പണം കൊണ്ട് മാത്രമല്ല, ഈ ജ്ഞാനതർപ്പണം, അറിവാണ് ഏറ്റവും വലിയ തർപ്പണം. ഏറ്റവും വലിയ ആരാധനയാണ് അറിയുക എന്നുള്ളത്. അതുകൊണ്ട് ഇന്നലെ നമ്മൾ ജലം കൊണ്ട് തർപ്പിച്ചു, ഇന്ന് നമുക്ക് അറിവ് കൊണ്ട് തർപ്പിക്കാം. നമ്മുടെ ഭാരതീയ ശാസ്ത്രങ്ങൾ എന്താ? ശാസ്ത്രം എന്ന് വെച്ചാൽ, ശാസ്ത്രം എന്ന് പറഞ്ഞ ഒരു പുസ്തകമല്ല, ശാസ്തി ഇതി ശാസ്ത്രം. അതേ ധാതുവിൽ നിന്നാണ് ശാസ്താവ് ഉണ്ടാവുന്നത്. ശാസ്തി, ശാസ്തി എന്ന് വെച്ചെന്നർത്ഥം ഉപദേശിക്കുക എന്നർത്ഥം. ഉപദേശിക്കുന്നതാണ് ശാസ്ത്രം. ഉപദേശിക്കുന്നവനാണ് ശാസ്താവ്. ഇപ്പം ധർമ്മശാസ്താവാണ് അല്ലേ? എന്തിനെയാണ് ഭഗവാൻ ഉപദേശിക്കുന്നത്? ധർമ്മത്തെയാണ് ഉപദേശിക്കുന്നത്. നമ്മുടെ കേരളത്തെ സൃഷ്ടിച്ച ശേഷം ഭഗവാൻ പരശുരാമസ്വാമികൾ അവിടുന്ന് കേരളത്തിൻ്റെ പല ഭാഗങ്ങളായിട്ട് 108 ദുർഗാലയങ്ങളും 108 ശിവാലയങ്ങളും 108 ശാസ്താലയങ്ങളും സ്ഥാപിച്ചു എന്നാണ്. ഈ 108 ശാസ്ത വെച്ചാൽ ശാസിക്കുന്നവൻ, ശാസിക്കുന്നവൻ ശാസ്താവ്. എന്തിനെ ശാസിക്കുന്നവൻ? ധർമ്മത്തെ ശാസിക്കുന്നവൻ. എന്താണ് ധർമ്മം എന്ന് ഉപദേശിക്കുന്നവനെയാണ് എന്ത് പറയുന്നത്? ശാസ്താവ്, ധർമ്മശാസ്താവ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ഭാരതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. ധർമ്മശാസ്താവ് എന്ന് പറയുന്ന സങ്കല്പം കേരളത്തിൽ മാത്രമല്ല, നമ്മളെ ലോകത്തിൽ, ഞാൻ അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ പുറത്തൊക്കെ യാത്ര ചെയ്യുമ്പോഴാണ് ബംഗാളിലും ഒറീസയിലും പിന്നെ കേരളത്തിലെ കൊങ്കണദേശത്ത് പിന്നെ എല്ലായിടത്തും ഇങ്ങനെ ഒരു സങ്കല്പമുണ്ട്, ധർമ്മശാസ്ത്ര. അയ്യപ്പനില്ല. അയ്യപ്പൻ എന്ന് പറയുന്നത് സത്യത്തിൽ ധർമ്മശാസ്താവിൻ്റെ അവതാരമാണ്. അതിനെ നമ്മളാണ് ആരാധിക്കുന്നത്. ഒരിക്കലും ധർമ്മശാസ്താവ് എന്നത് എപ്പോഴുള്ള, അപ്പം പറഞ്ഞു വന്നത് ശാസിക്കുക എന്ന് വെച്ചാൽ മലയാളത്തിലെ ശാസിക്കലല്ല, സംസ്കൃതത്തിലെ ശാസിക്കുക വെച്ചാൽ ഉപദേശിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ശാസിക്കുന്നത് കൊണ്ടാണ് അതിൻ്റെ പേര് ശാസ്ത്രം. തസ്മാത് ശാസ്ത്രം പ്രമാണം തേ കാര്യ അകാര്യ വ്യവസ്ഥിതം. എന്താണ് കാര്യം, എന്താണ് അകാര്യം, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്തുകൂടാത്തത് എന്ന് നമ്മളെ ശാസിക്കുന്നത് കൊണ്ട് ശാസ്ത്രം. ഭാരതീയ ശാസ്ത്രങ്ങൾ എത്രയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണിയാലൊടുങ്ങില്ല അല്ലേ? നളന്ദയിൽ കത്തിച്ചതായ ആ യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറി മാസങ്ങളോളം കത്തിയെന്നാണ്. ചില അത്രത്തോളം ശാസ്ത്രങ്ങൾ നമുക്കുണ്ടായിരുന്നു. ശാസ്ത്രത്തെ
ശങ്കരാചാര്യസ്വാമികൾ മഹോദധി എന്നാണ് പറയുന്നത്. മഹോദധി വെച്ചാൽ മഹാസാഗരം. എത്രയാണ് ശാസ്ത്രം പറയാൻ പറ്റില്ല, അത്രത്തോളം ശാസ്ത്രങ്ങളുണ്ട്. എന്തിനാ ഈ എത്രത്തോളം ശാസ്ത്രങ്ങൾ എന്നുവെച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും അറിയണം, നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരാണ്. നമ്മളിൽ ഓരോരുത്തരിലും ഇരിക്കുന്ന ആത്മാവ് ഒന്നെങ്കിലും നമ്മിലെ വാസനാബലങ്ങളെ കൊണ്ട് നമ്മൾ വ്യത്യസ്തരാണ്. അപ്പോൾ നമുക്കൊക്കെ അറിയണം, അല്ലാതെ എല്ലാവരും കൂടെ ഒന്നറിഞ്ഞാൽ പോരാ. ഓരോരുത്തർക്കും സഹായകരമായിരിക്കുന്നത് നമ്മൾ അറിയണം എന്ന് വെച്ചിട്ടാണ് പലർക്കും അറിയണമെന്നിട്ടല്ലോ പല ജാതി പറയുന്നു ശാസ്ത്രങ്ങൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് വിരുദ്ധമാണെന്ന്. അത് വിരുദ്ധമല്ല, അത് അയാൾക്ക് ശരിയാണ്, ഇത് എനിക്ക് ശരിയാണ്, മറ്റേത് നിങ്ങൾക്ക് ശരിയാണ്. അല്ലാതെ എല്ലാവർക്കും കൂടെ ഒരേ ഷർട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള അളവിൽ വേണം ഷർട്ട് ഉണ്ടാക്കാൻ. ഇല്ലെങ്കിലോ ചിലർക്കത് വളരെ ഇങ്ങനെ തൂങ്ങിക്കിടക്കും, ചിലർക്ക് വല്ലാതെ ഫിറ്റായിരിക്കും. അപ്പോൾ അങ്ങനെ ശാസ്ത്രഗ്രന്ഥങ്ങൾ ഭാരതത്തിൽ അനേകങ്ങളാണ്. ഈ ശാസ്ത്രഗ്രന്ഥങ്ങളെ, ഭാരതീയ ശാസ്ത്രഗ്രന്ഥങ്ങളെ നമുക്ക് പലതായിട്ട് തിരിക്കാം. അങ്ങനെ പ്രധാനമായിട്ടും ഭാരതീയ ശാസ്ത്രങ്ങൾ 4 വിധങ്ങളാണ്. 4 ശാസ്ത്രമല്ല, 4 വിധങ്ങളാണ് ശാസ്ത്രങ്ങൾ. അതിൽ ഒന്നാമത്തെ ശാസ്ത്രങ്ങൾ ധാർമ്മിക ശാസ്ത്രങ്ങളാണ്. എന്നുവെച്ചെന്തർത്ഥം, എന്താണ് ധർമ്മം, ചെയ്യേണ്ടത് എന്താണ്, ചെയ്തുകൂടാത്തത് എന്താണ്. ജീവിതത്തിൽ ഓരോരോ ഘട്ടങ്ങളിൽ ഒരു അച്ഛനായി, ഒരു മകനായി, അധ്യാപകനായി, അമ്മയായി, ഭാര്യയായി, ഇതെല്ലാം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ വ്യക്തി ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും രാഷ്ട്ര ജീവിതത്തിലുമൊക്കെ നമുക്ക് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു തരുന്നതിനെയാണ് പറയുന്നത് ധാർമ്മിക ശാസ്ത്രങ്ങൾ എന്ന് പറയും. ഇനി രണ്ടാമത്തെ തരത്തിലുള്ള ശാസ്ത്രങ്ങൾ ഭൗതിക ശാസ്ത്രങ്ങളാണ്. എല്ലാവരും വിചാരിക്കുന്ന പോലെ ഭാരതത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം വെറും ധർമ്മശാസ്ത്രങ്ങൾ മാത്രമല്ല, ഭൗതിക ശാസ്ത്രങ്ങൾ അനേകങ്ങളുണ്ട്. എന്താ ഭൗതികം വെച്ചാൽ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുന്നതായ ശാസ്ത്രങ്ങൾ. അത് കണക്കായിട്ടും രസതന്ത്രമായിട്ടും ഊർജ്ജതന്ത്രമായിട്ടും ആയുർവേദമായിട്ടും ഒക്കെ അനേകങ്ങളായിരിക്കുന്ന, നമുക്കൊന്നും ഇന്ന് ചിന്തിക്കാൻ പറ്റാത്തത്ര വിശാലവും അഗാധവുമായ ശാസ്ത്രങ്ങൾ നമുക്കുണ്ടായിരുന്നു. നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് എല്ലാവരുടെയും ദൗർഭാഗ്യം, അത്രയേ ഉള്ളൂ. അത്ര ശാസ്ത്രങ്ങൾ നോക്കൂ. നമ്മുടെ ചുറ്റും നിൽക്കുന്ന ക്ഷേത്രങ്ങളാകട്ടെ, ഇപ്പം ബാക്കിയുള്ള കൊച്ചു കൊച്ചു സാധനങ്ങൾ, അത് തന്നെ ഇന്നും അശോക പില്ലർ ഉണ്ടാക്കിയിരിക്കുന്ന ധാതു എന്താണെന്ന് ഇന്നത്തെ ശാസ്ത്രജ്ഞർക്ക് അറിഞ്ഞൂടെ, അതെന്താ ഉണ്ടാക്കിയിരിക്കണേന്ന്. മധുരമീനാക്ഷി ആകട്ടെ, പത്മനാഭസ്വാമി ആകട്ടെ, അങ്ങനെയുള്ള വലിയ വലിയ മഹാക്ഷേത്രങ്ങൾ വെറുതെ ഉണ്ടാക്കാൻ പറ്റുമോ? എത്ര കൃത്യമാണത്. നമ്മളുണ്ടാക്കുന്ന ഓരോരോ കെട്ടിടങ്ങൾ 10 വർഷം നിന്നാലായി, 20 വർഷം 30, അയ്യോ എൻ്റെ വീടുണ്ടാക്കിയിട്ട് 40 വർഷമായിട്ടോ, വലിയ അത്ഭുതമാണ്. 40 വർഷം നിൽക്കുക. ഇത് 400 വർഷം 4000 വർഷം ഒരു കുഴപ്പമില്ലാതെ നിന്നു പോകുന്നതായിട്ടുള്ള കെട്ടിടങ്ങൾ വെറുതെ ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ ഭാരതത്തിലെ ഭൗതിക ശാസ്ത്രം, ലോകത്തിലെ മെർക്കുറിയെ ഘനീഭവിപ്പിക്കാൻ പറ്റുന്ന ഒരേ ഒരു ശാസ്ത്രം ഭാരതത്തിലേ ഉള്ളൂ. മെർക്കുറി രസം, ആ മെർക്കുറിയെ ഘനീഭവിപ്പിച്ച് അതുകൊണ്ട് ശിവലിംഗങ്ങളുണ്ട്. നോർത്ത് ഇന്ത്യയിലൊക്കെ പോയാൽ കാണാം മെർക്കുറി കൊണ്ടുള്ള ശിവലിംഗം. മെർക്കുറി ഘനീഭവിക്കാൻ ഇന്നത്തെ മോഡേൺ സയൻസിന് പറ്റില്ല. പക്ഷെ അതുകൊണ്ട് എന്താ പറയുക, ശിവലിംഗങ്ങൾ ഉണ്ടാക്കി രസേശ്വരൻ ആയിട്ട് പൂജിക്കുന്നതായിട്ടുള്ള സ്ഥലങ്ങൾ ഭാരതത്തിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ വെച്ച് കഴിഞ്ഞാൽ, ഭാരതം വെറും ആധ്യാത്മികതയിൽ മാത്രമല്ല, ഭൗതികതയിലും ഏറ്റവും അഗ്രേസരമായ രാഷ്ട്രമാണ്. അതുകൊണ്ട് തന്നെ ഭാരതത്തിൽ ഭൗതിക ശാസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു. ആര്യഭടീയമാകട്ടെ, ലീലാവതിയാകട്ടെ, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ശാസ്ത്രങ്ങൾ, ഭൗതിക ശാസ്ത്രങ്ങൾ, ഈ ലോകത്തെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നതായ ശാസ്ത്രങ്ങൾ ഭാരതത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഭാരതീയ ശാസ്ത്രങ്ങൾ രണ്ടാമത്തെ തരമാണ് ഭൗതിക ശാസ്ത്രങ്ങൾ, ഫിസിക്കൽ സയൻസ്. ഇനി മൂന്നാമത്തതാണ് സാഹിത്യശാസ്ത്രം. സാഹിത്യം വെച്ചാൽ ലിറ്ററേച്ചർ. എന്താ സാഹിത്യം? സാഹിത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹിതയോഹോ ഭാവ. എന്താ സാഹിത്യം? സഹിതയോഹോ ഭാവ. ചലോ കൂട്ടുകാരൻ എന്നർത്ഥം. സാഹിത്യം നമ്മുടെ കൂട്ടുകാരനാണ്, ആ ഒരു കൂട്ടുകാരനെ പോലെ
നമ്മളെ ഒരുമിപ്പിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിന് ആനന്ദവും അറിവും നൽകിക്കൊണ്ട് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ശാസ്ത്രത്തെ എന്ന് പറയുന്നത് സാഹിത്യം എന്ന് പറയാം. അപ്പോൾ അങ്ങനെ സാഹിത്യശാസ്ത്രവും ഭാരതത്തിൽ വളരെ ഉണ്ടായിരുന്നു, ഉണ്ട് ഇപ്പോഴും കുറച്ചൊക്കെ. ഇനി നാലാമത്തതാണ് അധ്യാത്മശാസ്ത്രം. ആധ്യാത്മികമായ ശാസ്ത്രം. എന്താ ആധ്യാത്മികം? ചില അവനവനെ അറിയുവാനുള്ള ശാസ്ത്രം, അത്രയേ ഉള്ളൂ. ഗീതയിൽ ഒറ്റ വാക്കിൽ വലിയ കാര്യമായിട്ട് അർജുനൻ പല പല ചോദ്യങ്ങൾ ചോദിക്കും ഭഗവാനോട്. അതെന്താ, ഇതെന്താ, അധ്യാത്മം എന്താ ചോദിച്ചു. ഒറ്റ വാക്കിൽ ഭഗവാൻ ഉത്തരം നൽകി, സ്വഭാവോ അധ്യാത്മമുച്യത്തെ. എന്താ ഈ അധ്യാത്മം? അധ്യാത്മം ചില സ്വഭാവ, അത്രയേ ഉള്ളൂ. വൺസ് ഓൺ നേച്ചർ. ഏത് നേച്ചർ? ട്രൂ നേച്ചർ. എനിക്കിതിൻ്റെ സ്വഭാവമൊക്കെ അറിയാം കേട്ടോ. ആ സ്വഭാവമല്ല, സ്വഭാവം വെച്ചാൽ സ്വതവേയുള്ള ഭാവം, മാറ്റമില്ലാത്ത ഭാവം, ദ ട്രൂ നേച്ചർ. ഒരാളുടെ ശരിയായ ഭാവത്തെ എന്ന് പറയുന്നത് സ്വഭാവം എന്ന് പറയാം. അപ്പോൾ എന്താ അധ്യാത്മശാസ്ത്രം വെച്ചാൽ? അധ്യാത്മശാസ്ത്രം വെച്ചാൽ സ്വഭാവമാണ്. എന്നുവെച്ചാലോ അവൻ്റെ യഥാർത്ഥ അറിവാണ് സ്വഭാവ. അപ്പോൾ അങ്ങനെ സ്വഭാവമുണ്ട്, സ്വഭാവശാസ്ത്രമുണ്ട്. അതിനെന്താ പറയുക? അധ്യാത്മശാസ്ത്രം എന്ന് പറയുക. അപ്പോൾ ശാസ്ത്രങ്ങൾ, ഭാരതത്തിലെ ശാസ്ത്രങ്ങൾ 4 വിധങ്ങളാണ്. ഏതൊക്കെയാണ്? ധാർമ്മിക ശാസ്ത്രം, ഭൗതികശാസ്ത്രം, സാഹിത്യശാസ്ത്രം, അധ്യാത്മശാസ്ത്രം. ഓക്കെ. ഇനി ഭാരതത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് പാശ്ചാത്യ ചിന്ത. പാശ്ചാത്യ ചിന്ത എപ്പോഴും കാറ്റഗറൈസിങ് ആണ്. അതായത് പാശ്ചാത്യർ ചിന്തിക്കുമ്പോൾ എല്ലാത്തിനെയും ബോക്സുകളിലാക്കി വയ്ക്കുന്ന സ്വഭാവത്തോടു കൂടിയവരാണ്. അവർക്ക് അതും ഇതും കൂടെ ഒരുമിച്ച് ചേർന്ന് ഇഷ്ടമല്ല. ഇത് വേറെ, അത് വേറെ. പക്ഷെ ഭാരതത്തിലെ ശാസ്ത്രം അങ്ങനെയല്ല. ഭാരതത്തിലെ ശാസ്ത്രങ്ങൾ, ഭാരതത്തിലെ ചിന്ത തമ്മിൽ പൂരകങ്ങളാണ്. അതായത് ഫിസിക്കൽ സയൻസും സ്പിരിച്വൽ സയൻസും കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്യേണ്ടതല്ല. ഭൗതിക ശാസ്ത്രവും ആധ്യാത്മിക ശാസ്ത്രവും എന്തല്ല, അത് വേറെ, ഇത് തമ്മിൽ കൂട്ടിത്തൊടരുത് കേട്ടോ, അങ്ങനെയല്ല. എന്തുകൊണ്ട്? ഇതൊക്കെ ആരെക്കുറിച്ചിട്ടാണ്? നമ്മെക്കുറിച്ചിട്ടാണ്. അപ്പം നമ്മിൽ ആധ്യാത്മികത വേറെ. രാവിലെ 6 മുതൽ 7 വരെ ആധ്യാത്മികത, അത് കഴിഞ്ഞ് 7 മുതൽ 10 വരെ ഭൗതികത. അങ്ങനെയൊക്കെ പറ്റുമോ? ഇല്ല. നമ്മൾ ജീവിക്കുന്നത് സമന്വയിച്ചുകൊണ്ടാണ്, എല്ലാം ഒരുമിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ശാസ്ത്രം ജീവിതം. അതുകൊണ്ട് തന്നെ നമ്മുടെ ശാസ്ത്രങ്ങളും സമന്വയിപ്പിക്കുന്നവയാണ്. എന്നുവെച്ചാലോ, ഇപ്പോൾ നമ്മൾ മാത്തമാറ്റിക്സ് എടുത്താൽ ലീലാവതി എന്ന് പറയുന്നതായ ഗ്രന്ഥം അല്ലേ, അത് അഡ്വാൻസ് മാത്തമാറ്റിക്സ് ആണ്, ഏറ്റവും ഉയർന്ന മാത്തമാറ്റിക്സാണ്, ജ്യോതിശാസ്ത്രമാണ്, ഖഗോളശാസ്ത്രമാണ് ഒക്കെയാണ്. പക്ഷേ അത് തുടങ്ങുന്നത് ഈശ്വരനെ സ്തുതിച്ചുകൊണ്ടാണ്. കാലരൂപിയായിരിക്കുന്ന ഈശ്വരനെ സ്തുതിച്ചുകൊണ്ടാണ് എന്ത് ചെയ്ത് തുടങ്ങുന്നത്? ഒരു ഭൗതിക ശാസ്ത്രം ആരംഭിക്കുന്നത് അല്ലേ. ആയുർവേദം എന്ന് പറയുന്നതായ ശാസ്ത്രം, അത് ശുശ്രുതനാകട്ടെ ചരകനാകട്ടെ, ഇവർ അവസാനം കൊണ്ടെത്തിക്കുന്ന എന്താണ്? ഇതൊക്കെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചികിത്സിക്കാം. ഓക്കെ. പക്ഷേ ക്യൂർ ചെയ്യേണ്ടത്, വി ക്യാൻ ട്രീറ്റ്, ഗോഡ് അലോൺ ക്യാൻ ക്യൂർ. നോക്കൂ, ദൈവം ചെയ്വാത്ര പഞ്ചമം. നമുക്ക് മരുന്ന് കൊടുക്കാം, നമുക്ക് ശസ്ത്രക്രിയ നടത്താം, നമുക്ക് പഥ്യം കൊടുക്കാം, ഇതൊക്കെ കൊടുക്കാം. പക്ഷേ ഇതെല്ലാം കൊടുത്താലും ഒരു ജീവൻ അല്ലെങ്കിൽ ഒരു രോഗി രക്ഷപ്പെടണമെന്നില്ല. ഇതൊന്നും കൊടുത്തില്ലെങ്കിലും ചിലപ്പോൾ ഒരു രോഗി രക്ഷപ്പെട്ടു എന്നും വരാം. എന്തുകൊണ്ട്? ദൈവം ചെയ്വാത്ര പഞ്ചമം. നമ്മുടെ മനുഷ്യബുദ്ധിക്ക് അറിയാത്തതായ വേറൊരു തലമുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? എങ്ങനെയാണ് ഈ പറയാണ് അവിടെ ശാസ്ത്രം പറയണു, ആയുർവേദം പറയാണ്, എന്താണ്? പൂർവജന്മകൃതം പാപം വ്യാധിരൂപേണ ജായത്തെ. ഈ വ്യാധി എന്ന് വെച്ചാൽ ചെറിയൊരു ജലദോഷമോ അല്ലെങ്കിൽ ചെറിയൊരു വീണപ്പം പൊട്ടലോ അല്ല, വ്യാധികൾ ഉണ്ടാവുന്നതിൻ്റെ ഒരു പ്രധാന കാരണം പൂർവജന്മകൃതമായ പാപമാണ്. നോക്കൂ, 5 പേര് ഒരേ വീട്ടിൽ ഒരേ ഭക്ഷണം കഴിച്ച് ഒരേ വായു ശ്വസിച്ച് ഒരേ ജലം കുടിച്ച് ജീവിക്കണം. 5 പേർക്കും ഒരേപോലെയാണ് ആരോഗ്യം? അല്ല.
എന്തുകൊണ്ടെന്നാൽ ഓരോരോ ജീവൻ്റെയും വാസനകൾക്കും ഒക്കെ അനുസരിച്ചിട്ടാണ് ആരോഗ്യം. അതുകൊണ്ട് അതെന്ത് ചെയ്യണം? മന്ത്രം, മണി, ഔഷധം, യാഗം, ഇതിനെക്കൊണ്ടൊക്കെ വേണത്ര ചികിത്സിക്കാൻ. ചികിത്സ എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു മരുന്നെടുത്ത് കൊടുത്താൽ മാത്രം പോരാ. മരുന്നിൻ്റെ ഒപ്പം മണികൾ, മണിച്ചാൽ പലതായ രത്നങ്ങളെ കൊണ്ട്, പിന്നെ മന്ത്രങ്ങളെ കൊണ്ട്, ഔഷധങ്ങളെ കൊണ്ടൊക്കെ വേണം എന്ത് ചെയ്യാൻ? ചികിത്സിക്കാൻ എന്നാണ് ആയുർവേദം പറയുന്നത്. അതുകൊണ്ട് ഇതൊരു സമന്വിത ശാസ്ത്രമാണ്. അല്ലാതെ അയ്യോ ഇത് ഈശ്വരനെ ഒന്നും ഇതിൽ കൊണ്ടുവരാൻ പാടില്ല, മെഡിക്കൽ സയൻസ് വേറെയാണ്, അങ്ങനെയല്ല. എന്തുകൊണ്ട്? ഇതെല്ലാം പരസ്പര പൂരകങ്ങളാണ്. ഇതെല്ലാം പരസ്പരം, ഈ അധ്യാത്മശാസ്ത്രമാകട്ടെ, ധർമ്മശാസ്ത്രമാകട്ടെ, ഭൗതികശാസ്ത്രമാകട്ടെ, സാഹിത്യമാകട്ടെ, ഇതൊക്കെ കോംപ്ലിമെൻ്ററി ടു ഈച്ച് അതർ. ഇത് ഓരോന്നിനെയും പരിപൂരകമാക്കുന്നതാണ്, പൂർണ്ണമാക്കുന്നതാണ്. അതുകൊണ്ട് അപ്പോൾ ഒരു ശാസ്ത്രം എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് പലപ്പോഴും 4ഉം 5ഉം ഒക്കെ കാണാനും പറ്റും. എന്നാലും അധ്യാത്മശാസ്ത്രം, ഇപ്പം നമ്മുടെ ഇവിടുത്തെ വിഷയം അധ്യാത്മശാസ്ത്രമാണ് അല്ലേ? ഈ അധ്യാത്മശാസ്ത്രത്തിൽ പല തലങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഉദാത്തമായിരിക്കുന്ന തലത്തെയാണ് എന്ന് പറയുന്നത് വേദങ്ങൾ എന്ന് പറയാം. ഇപ്പോൾ വേദങ്ങളിൽ ആധ്യാത്മികത മാത്രമേ ഉള്ളൂ അല്ല, ഞാൻ പറഞ്ഞു എല്ലാം ഉണ്ടാവും അതിൽ അല്ലേ. 4 പുരുഷാർത്ഥങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്നതാണ് വേദം. ധർമ്മ, അർത്ഥ, കാമമോക്ഷങ്ങളെ 4നെയും പ്രതിപാദിക്കുന്നതാണ് വേദം. പക്ഷേ അധ്യാത്മചിന്തയുടെ ആധാരം, അധ്യാത്മചിന്തയുടെ മൂലം എന്താണ്? അത് വേദപ്രതിപാദകങ്ങളായ ഉപനിഷത്തുകളാണ്. നമ്മുടെ ഭാരതത്തിലെ എല്ലാ അധ്യാത്മചിന്തയുടെയും മൂലം, അതിൻ്റെ ആധാരം എന്താണ്? ഉപനിഷത്തുകളാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ 10 ഉപനിഷത്തുകൾ പഠിക്കുന്നുണ്ട്. 10 ഉപനിഷത്തുകൾ പഠിച്ച ശേഷം നമുക്ക് തോന്നും, അയ്യോ ഞാൻ ആ കാര്യം ഇവിടെ കണ്ടില്ലല്ലോ, മറ്റേ കാര്യം കുണ്ടലിനി വിദ്യ ഒന്നും കണ്ടില്ലല്ലോ, ഇതൊക്കെ നമുക്ക് തോന്നും. എന്താണെന്ന് വെച്ചാൽ ഉപനിഷത്തുകൾ 10 ഉപനിഷത്തുകൾ 1000-ത്തിലധികം ഉണ്ടായിരുന്നു, ഒക്കെ നഷ്ടപ്പെട്ടു. ഇപ്പോൾ 134 കിട്ടാനുണ്ട്, അത്രയേ ഉള്ളൂ. ഓരോ ശാഖയ്ക്കും ഓരോ ഉപനിഷത്തുണ്ടായിരുന്നു, ഓരോ ശാഖയ്ക്കും ഒരു ഉപനിഷത്ത്. സാമവേദത്തിന് 1000-ത്തിലധികം ശാഖകളുണ്ടായിരുന്നു. പോയി ഇപ്പോൾ 2 ഉള്ളൂ, ബാക്കിയൊക്കെ പോയി, നഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്താണ്? 1200 1300-ലധികം ഉപനിഷത്തുകൾ ഉണ്ടായിരുന്നു. എവിടെ പോയി? അതൊക്കെ പോയി. ഇപ്പം അഷ്ടിച്ച് 120 എണ്ണം ഉണ്ട്. അതിൽ 108 എണ്ണം പ്രധാനം, അതിൽ 10 എണ്ണമാണ് നമ്മൾ കേൾക്കുന്നത്, സാധാരണയായിട്ടൊക്കെ കേൾക്കുന്നത്. അപ്പോൾ നമുക്ക് തോന്നുമ്പോഴേ അതിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടില്ലോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ പഠിക്കുന്നില്ല, നമ്മൾ പഠിക്കുന്ന ഉപനിഷത്തുകൾ പറഞ്ഞിട്ടില്ല അതേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം ആധ്യാത്മിക ശാസ്ത്രം ഉപനിഷത്ത് പ്രതിപാദ്യമല്ല എന്നല്ല. അപ്പോൾ ലോകത്തിൽ എന്തെല്ലാം അറിയുന്നതിനായിട്ടുണ്ടോ ആധ്യാത്മികമായിട്ടുള്ള അറിവുകളുടെ മുഴുവൻ ആധാരം എന്താണ്? വേദങ്ങൾ തന്നെയാണ്. ഇപ്പോൾ പറഞ്ഞതായ കുണ്ടലിനി വിദ്യ, അതും കഠോപനിഷത്ത് പറഞ്ഞ ശതം ചെയ്ക ഹൃദയസ്യ നാഡ്യ എന്ന് പറഞ്ഞിട്ട് അത് സൂചിപ്പിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് അഗാധമായിട്ട് പോകണില്ല എന്നേ ഉള്ളൂ, അഗാധമായിട്ട് പോകുന്ന ഉപനിഷത്തുകളുണ്ട്. അപ്പോൾ പറഞ്ഞു എന്താണ്? ഭാരതീയമായ ആധ്യാത്മിക ചിന്തകളുടെ ആധാരം എന്താണ്? വേദങ്ങളാണ്, പ്രത്യേകിച്ചും ഉപനിഷത്തുകളാണ്. ഇനി വേദങ്ങൾ മാത്രമാണോ? അല്ല, വേദാംഗങ്ങൾ, അധ്യാത്മശാസ്ത്രത്തിൽ വേദാംഗങ്ങളും ഉണ്ട്. ശിക്ഷ, കൽപ്പം, വ്യാകരണം, ഛന്ദസ്, നിരുക്തം, ജ്യോതിഷം മുതലായിട്ടുള്ള ശാസ്ത്രങ്ങളും എന്താണ്? ആധ്യാത്മികങ്ങൾ തന്നെയാണ്. ഭൗതികങ്ങളും ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ വെച്ചാൽ അതാ പറയുക, ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ആധ്യാത്മികമായ പല കാര്യങ്ങളും നമ്മൾ വേദാംഗങ്ങളിലൂടെ അറിയുന്നുണ്ട്. ഇനി 3ാമത്തെ തരം ശാസ്ത്രങ്ങൾ ഭാഷ്യാദികളാണ്. അതായത് ഇപ്പോൾ ഉപനിഷത്തുകളുണ്ട്, മറ്റ് ശാസ്ത്രങ്ങളുണ്ട്. ഈ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മന്ദബുദ്ധികളായ നമ്മൾക്ക് പലപ്പോഴും തെളിയില്ല അല്ലേ. നമ്മളിപ്പോൾ ടെക്സ്റ്റുകൾ വായിക്കാറുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ടെക്സ്റ്റ് ഉണ്ട്. പിന്നെയോ ആ ടെക്സ്റ്റിനെ കുറിച്ചിട്ടുള്ള ഗൈഡ്സ് ഉണ്ട് അല്ലേ, ഗൈഡുകളുണ്ട്. എന്തിനായി ഗൈഡ് പഠിക്കുന്നത്? ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ലേ? ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എല്ലാവർക്കും അതങ്ങ് തെളിയാത്തത് കൊണ്ട്, വ്യക്തമാകാത്തത് കൊണ്ട് ഈ കാര്യങ്ങളെ വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് എന്ത്? ഗൈഡുകൾ. അതുപോലെ ഈ വൈദികങ്ങളായിരിക്കുന്ന അല്ലെങ്കിൽ
അങ്ങനെയുള്ള ശാസ്ത്രങ്ങളെ നമ്മളെപ്പോലെയുള്ള മന്ദബുദ്ധികൾക്ക് കുറച്ചുകൂടെ ഒന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് ഭാഷ്യങ്ങളുണ്ട്. ഇനി ഈ ഭാഷ്യങ്ങളുടെ മുകളിൽ ടീകകളുണ്ട്, ടീകകളുടെ മുകളിൽ ടിപ്പണികളുണ്ട്. എന്നിട്ടും വല്ല കാര്യമുണ്ടോ? നമ്മളൊക്കെ പിന്നെയും ചങ്കരൻ തെങ്ങിൽ തന്നെയാണ് നമ്മളുടെ പരിപാടി. പക്ഷേ ഇതൊക്കെ ഉണ്ട്. പിന്നെയാണ് ഭാഷ്യാദികൾ. അപ്പോൾ വൈദികങ്ങളായ ഗ്രന്ഥങ്ങൾ, പിന്നെ വേദത്തിൻ്റെ വേദാംഗങ്ങളായിരിക്കുന്ന ഗ്രന്ഥങ്ങൾ, പിന്നെ ഭാഷ്യാദികളായിരിക്കുന്ന ഗ്രന്ഥങ്ങൾ. ഭാഷ്യം, ഇപ്പോൾ ശങ്കരാചാര്യസ്വാമികൾ എന്താ എഴുതിയിരിക്കുന്നത്? ഭാഷ്യം എഴുതിയിട്ടുണ്ട് അല്ലേ? ഉപനിഷത്തുകൾക്ക് ഭാഷ്യമുണ്ട്. ഭഗവാൻ ശങ്കരാചാര്യസ്വാമികൾ ഉപനിഷത്തുകൾക്ക് ഭാഷ്യം എഴുതി. ആ ഭാഷ്യത്തിൻ്റെ മുകളിൽ ആനന്ദഗിരി എന്ന് പറയുന്നതായിട്ടുള്ള ആചാര്യൻ ടീക എഴുതിയിട്ടുണ്ട്. അത് കുറച്ചുകൂടെ ആചാര്യസ്വാമികൾ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് വ്യക്തമായില്ലെങ്കിലോ, നോക്കൂ എത്ര കരുണാസാഗരന്മാരാണ് അവർ. അപ്പോൾ ഓരോരോ ആചാര്യസ്വാമികൾ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് നമുക്ക് മനസ്സിലായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ആനന്ദഗിരി ആചാര്യൻ തന്നെ ടീകയുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ പല പല ആചാര്യന്മാരെ ടിപ്പണികൾ, നോട്ട്സ് ഉണ്ട്. ഇനി എന്താ പറയുക, സുരേശ്വരാചാര്യസ്വാമികൾ ഇതിൻ്റെ മുകളിൽ വാർത്തികം എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാണ്, എത്രയൊക്കെ എഴുതിയിട്ടും വല്ല കാര്യമുണ്ടോ അല്ലേ? നമ്മൾ ആ ഗ്രന്ഥങ്ങളെക്കുറിച്ച് കേൾക്കുന്നത് പോലുമില്ല. കേട്ടിട്ടുണ്ടോ? സുരേശ്വരാചാര്യസ്വാമികൾ വാർത്തികം എഴുതിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ടോ? എന്തിലെ വാർത്തികം? തൈത്തിരീയത്തിലും ബൃഹദാരണ്യകത്തിലും വാർത്തികങ്ങളുണ്ട്. വളരെ വിസ്തരിച്ചിട്ടുള്ള നോട്ടുകളുണ്ട്. അപ്പോൾ നമ്മളായതുകൊണ്ട് തന്നെ കേട്ടിട്ടുണ്ട്. വേറെ ആൾക്കാർ വാർത്തികമോ എന്താ സാധനം തോന്നും. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളും ആധ്യാത്മിക ഗ്രന്ഥങ്ങളിലുണ്ട്. ഇനി മൂന്നാമത്തതാണ് സ്മൃതികൾ. ആൾക്കാർ വിചാരിക്കുന്ന സ്മൃതി എന്ന് പറഞ്ഞാൽ എന്തോ കത്തിക്കേണ്ട ഒരു സാധനമാണെന്നാണ്. ആകെ നമ്മൾ അതേ കേട്ടിട്ടുള്ളൂ അല്ലേ? ആകെ കേരള ജനത പലരും ആദ്യമായിട്ട് സ്മൃതിയെക്കുറിച്ച് കേൾക്കുന്നത് ഗൗരിയമ്മയെ കൊണ്ടാണ്. അവർ മനുസ്മൃതി കത്തിച്ചപ്പോഴാണ് ഇങ്ങനൊരു സാധനം ഉണ്ടോ എന്ന് ആൾക്കാർ അറിയുന്നത്. അത് ശരി, അങ്ങനൊരു സ്മൃതി ഉണ്ടല്ലേ. അപ്പോൾ സ്മൃതി എന്താ? അതൊക്കെ വളരെ എന്താ പറയുക, വിവേചനപരങ്ങളായിരിക്കുന്ന പുസ്തകങ്ങളാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോഴാണ്. പക്ഷേ സ്മൃതികൾ എന്താണ്? സ്മൃതികൾ എന്ന് പറഞ്ഞാൽ സ്മരിക്കപ്പെട്ടവ എന്നർത്ഥം. വേദങ്ങൾ കേൾക്കപ്പെട്ടതാണ് എന്നുവെച്ചാലോ, വേദങ്ങൾ ആരെങ്കിലും കുത്തിപ്പിടിച്ചിരുന്ന് എഴുതിയതല്ല. പിന്നെയോ ഋഷികൾക്ക് അവരുടെ മനോമുകുരത്തിൽ തെളിഞ്ഞവയാണ്. ഈശ്വരൻ തന്നെയാണ് വേദങ്ങളുടെ കർത്താവ്. ഈശ്വരനല്ലാതെ വേദങ്ങൾക്ക് കർത്താവില്ല. ഋഷികൾ അവയെ കണ്ടു എന്നേ ഉള്ളൂ. പക്ഷേ സ്മൃതികൾ അങ്ങനെയല്ല. ഓരോരോ കാലഘട്ടത്തിനനുസരിച്ച് ഓരോരോ മഹാത്മാക്കൾ എഴുതിയവയാണ് സ്മൃതി എന്ന് പറയാം. സ്മൃതി വെച്ചാൽ സ്മരിച്ചവ, ഓർത്ത് എഴുതിയത് എന്നർത്ഥം. എന്തിനോർത്ത് എഴുതുക? വേദതത്വത്തെ. നോക്കൂ, പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ വേദതത്വത്തെ ഓർത്ത് എഴുതുന്നതാണ് സ്മൃതികൾ. അതെന്താ? കാലത്തിനനുസരിച്ചിട്ടാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഭരണഘടന 1950 ജനുവരി 26 കിട്ടിയതെന്ന് പറയണു. ഇപ്പോഴും നമ്മൾ പറയുള്ളൂ നമ്മുടെ ഭരണഘടന. ആ 1950 ജനുവരി 26 എഴുതിയ ഭരണഘടനയൊന്നുമല്ല എന്നുള്ളത്. എന്തുകൊണ്ട്? എത്രയോ കാലം കൊണ്ട് ആ കാലഘട്ടത്തിൻ്റെ ആവശ്യമനുസരിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? അതിനെ പരിഷ്കരിച്ചിട്ടുണ്ട്. വെറും എത്ര വർഷങ്ങളെ കൊണ്ടാണ്? ഇപ്പോൾ എത്ര വർഷമായി? 70 ചില്ലാൻ വർഷം അല്ലേ? അത്രയും വർഷങ്ങളെ കൊണ്ട് ഇത്രത്തോളം പരിഷ്കരണങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ സ്മൃതികളോ അല്ലേ? 18 സ്മൃതികൾ. ആ 18 സ്മൃതികളുണ്ട് ഓരോരോ കാലഘട്ടത്തിനനുസരിച്ചിട്ട്. അപ്പോൾ പക്ഷേ ഈ സ്മൃതികളിലും നിയമങ്ങൾ പറയുന്നതിൻ്റെ ഒപ്പം തന്നെ എന്തു പറയണ്ട? ആത്മീയ ശാസ്ത്രത്തെക്കുറിച്ച് പറയും. എന്തിനാ നിയമം? നിയമം എന്തിനാണ്? ആചാരങ്ങൾ എന്തിനാണ്? നമ്മെ നശിപ്പിക്കാനല്ല. ആചാരപ്രഭവോ ധർമ്മ. ധർമ്മം പ്രഭവമാകുന്നത്, ഉടലെടുക്കുന്നത് ആചാരങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ദുരാചാരങ്ങൾ ഉണ്ടാകരുത്. കാലത്തിനനുസരിച്ചിട്ടുള്ള സദാചാരം ഉണ്ടാകണം. സദാചാരമുണ്ടായാൽ മാത്രമേ ആത്മീയമായിരിക്കുന്ന അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ. ഉപനിഷത്ത് വളരെ കൃത്യമായിരുന്നു പറയാണ്. നാവിരതോ ദുശ്ചരിതാത് നാശാന്തോ നാസമാഹിത നാശാന്തമാനസോ വാപി പ്രജ്ഞാനേനൈനമാപ്നുയാത്. നാവിരതോ ദുശ്ചരിതാത്. ദുശ്ചരിതങ്ങളിൽ നിന്ന് പിന്മാറാത്തൊരാൾക്ക് ഒരിക്കലും ഈ ആത്മീയമായ ജ്ഞാനം ഉണ്ടാവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? സ്മൃതികൾ ഉണ്ടാവണം.
നിയമങ്ങൾ ഉണ്ടാകണം. ഒരു വ്യക്തിയുടെ തലത്തിൽ, ഒരു സമൂഹത്തിൻ്റെ തലത്തിൽ, ഒരു കുടുംബത്തിൻ്റെ തലത്തിൽ ഭദ്രതയുണ്ടാകണം, ഒരുമിപ്പുണ്ടാകണം, ഉത്കർഷമുണ്ടാകണം. ഇതിനു വേണ്ടിയിട്ടാണ് സ്മൃതികൾ. അപ്പോൾ സ്മൃതികളുടെയും ആധാരം എന്താണ്? ആത്മീയതയാണ്. അതുകൊണ്ട് സ്മൃതികളും എന്താണ്? ആത്മീയ ശാസ്ത്രമാണ്. ഇനി നാലാമത്തെ തരമാണ്, 4 5 അല്ലേ, ഇപ്പോൾ എത്ര? വേദങ്ങൾ, വേദാംഗങ്ങൾ, ഭാഷ്യാദികൾ, സ്മൃതികൾ. 5. അഞ്ചാമത്തതാണ് പുരാണങ്ങൾ, അല്ലേ? 18 പുരാണങ്ങൾ. മദ്വയം ഭദ്വയം ചൈവ ബ്രത്രയം വ ചതുഷ്ടയം അനാപലിംഗ കുസ്കാനി പുരാണാനി പ്രചക്ഷ. 18 പുരാണങ്ങൾ നമുക്കുണ്ട്, അല്ലേ? ഈ 18 പുരാണങ്ങളെ കൊണ്ട് സർഗശ്ച പ്രതിസർഗശ്ച വംശോ മന്വന്തരാണിച്ച് ഈശാനുചരിതം ചെയ്വ പുരാണം. അപ്പോൾ എങ്ങനെയാണ് ക്രിയേഷൻ ഉണ്ടാകുന്നത്, സൃഷ്ടി ഉണ്ടാകുന്നത്, എങ്ങനെയാണ് സൃഷ്ടി വികസിക്കുന്നത്, എങ്ങനെയാണ്, അല്ലേ? അതിൽ മഹാത്മാക്കളുടെ ചരിത്രങ്ങൾ എന്തൊക്കെയാണ്, ഇത്യാദി കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ ഉള്ളിൽ ആധ്യാത്മികതയെ വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ് പുരാണങ്ങൾ. അങ്ങനെ 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും 36 പുരാണങ്ങളുണ്ട് നമുക്ക്. ഒന്നിനൊരു അല്ലേ കുറവുമില്ല, ഇഷ്ടം പോലെ തന്നിട്ടുണ്ട്. ഇനി അങ്ങനെ 18 പുരാണങ്ങൾ, 18 ഉപപുരാണങ്ങൾ. ഇതൊന്നും പോരെങ്കിൽ 2 ഇതിഹാസങ്ങൾ, അല്ലേ? ഇതിഹാസവും പുരാണവും തമ്മിലുള്ള വ്യത്യാസം എന്താ? ചിലർ പറയും ഇതിഹാസം എന്ന് പറഞ്ഞാൽ നടന്നത്, പുരാണങ്ങൾ എന്ന് പറഞ്ഞാൽ നടക്കാത്തത്. അങ്ങനെയല്ല, അല്ലേ? ഈ പുരാണങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് വംശാനുചരിതം. വംശത്തിൻ്റെ അനുചരിതം, വംശങ്ങളുടെ ചരിത്രത്തെ പറയുക. അത് പുരാണത്തിലെ ഏക വിഷയമാണ്. അപ്പോൾ പല വിഷയങ്ങളിലുള്ളതിലൊന്നാണ് വംശാനുചരിതം. ഈ വംശാനുചരിതത്തെ പ്രധാനമായിട്ട് അവതരിപ്പിക്കുന്നതിനെയാണെന്ത് പറയുന്നത്? ഇതിഹാസം എന്ന് പറയാം. ചന്ദ്രവംശത്തിൻ്റെയും സൂര്യവംശത്തിൻ്റെയും കഥ. ആ സൂര്യവംശത്തിൽ ജനിച്ച് ജീവിച്ചതായ മനുഷ്യർ, ചന്ദ്രവംശത്തിൽ ജനിച്ച് ജീവിച്ചതായ മനുഷ്യർ, അതിൽ ആ വംശങ്ങളിൽ പിറന്നതായ ഈശ്വരൻ്റെ വിശേഷമായ കഥകൾ, ഇതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എഴുതുമ്പോൾ അതിനെന്ത് പറയണു? ഇതിഹാസം എന്ന് പറയണു. പുരാണത്തിൽ അത് മാത്രമല്ല. പുരാണം ഇപ്പോൾ ഭാഗവതം വായിച്ചാൽ തന്നെ നമുക്കറിയാം എന്തെല്ലാം കാര്യങ്ങളാണല്ലേ. ഭൂമിയെ വർണ്ണിക്കും, പിന്നെ കാലാവസ്ഥയെ വർണ്ണിക്കും, പിന്നെ വംശങ്ങളെ വർണ്ണിക്കും, പിന്നെ എങ്ങനെയാണ് സൃഷ്ടി ഉണ്ടായത് എന്ന് പറയും. ആ സൃഷ്ടിയിൽ നിന്ന് വികസിച്ചത് എങ്ങനെ. പക്ഷേ അത്ര കാര്യങ്ങളൊന്നും ഇതിഹാസത്തിൽ പറഞ്ഞുകൊള്ളണമെന്നില്ല. ഇതിഹാസം ഫോക്കസ്ഡ് ആണ് എന്തിലെ? വംശാനുചരിതത്തെ. അതാണ് നമ്മളുടെ വ്യത്യാസം. ഈ ഇതിഹാസങ്ങളിൽ എന്തെന്നെയാണ് പ്രധാനമായ വിഷയം? എന്താണ്? അത് ആധ്യാത്മികത തന്നെയാണ്. അതുകൊണ്ടാണ് ഭഗവത്ഗീത, ശ്രീമദ് ഭഗവത്ഗീതയാകുന്ന, അല്ലേ, ആ സർവോപനിഷത് സാരസർവസ്വം എവിടെയാണ്? മഹാഭാരതത്തിലാണ്. അതുപോലെ നമ്മൾ രാമായണം വായിക്കുമ്പോൾ അവിടെ എത്ര ഉപദേശങ്ങളാണ്, അല്ലേ? പറയേണ്ടതായ കാര്യങ്ങൾ മുഴുവനും, പഠിക്കേണ്ടതായ കാര്യങ്ങൾ മുഴുവനും എഴുത്തച്ഛൻ തൻ്റെ അധ്യാത്മരാമായണത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, പച്ച മലയാളത്തിൽ, അല്ലേ? രാമായണം പഠിച്ചാൽ എല്ലാം ഉണ്ട് അതിൽ. എന്തുകൊണ്ട്? അത് ഈശ്വരചരിതത്തിലൂടെ. എന്തിനാ ഈ ഈശ്വരചരിതം പറയുന്നത്? നമ്മിലേക്ക് തിരിയാനാണ്, അല്ലേ? ഈശ്വരചരിതം എന്തിനാ പറയണത് നമുക്ക്? അതിന് ധർമാദികളൊക്കെ വേണമെങ്കിൽ അതിൽ പ്രധാനമായിട്ട് നമ്മുടെ സ്വത്വമാണ് ഈശ്വരൻ, നമ്മുടെ യഥാർത്ഥ ഭാവമാണ് ഈശ്വരൻ. ആ ഈശ്വരനെ അറിഞ്ഞ് ഈശ്വരനിൽ ചരിക്കാനാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇതിഹാസങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അപ്പോൾ ഇതിഹാസം. അടുത്ത ആധ്യാത്മിക ഗ്രന്ഥ സമുച്ചയങ്ങളെയാണ് തന്ത്രം അഥവാ ആഗമം അഥവാ നിഗമം എന്നൊക്കെ പറയാം. തന്ത്രഗ്രന്ഥങ്ങൾ, അല്ലേ? തന്ത്രഗ്രന്ഥങ്ങൾ വിശേഷിച്ചും ആധ്യാത്മികങ്ങളാണ്. എങ്ങനെയാണ് ഒരു ജീവന് പരമമായിരിക്കുന്ന പദത്തെ പ്രാപിക്കുവാൻ സാധിക്കുക? എങ്ങനെ ജീവിച്ചാലാണ് ഒരു ജീവൻ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ തൻ്റെ സ്വത്വത്തെ, ആധ്യാത്മികതയെ തിരിച്ചറിയുവാൻ സാധിക്കുക? അതിന് അവൻ എങ്ങനെയാണ് വീട് വയ്ക്കേണ്ടത്,
അവൻ എന്തൊക്കെയാണ് പാകം ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് പാകം ചെയ്തുകൂടാത്തത്, എന്തൊക്കെ കഴിക്കാം, എന്തൊക്കെ കഴിച്ചുകൂടാ, എങ്ങനെയാണ് വീടുണ്ടാക്കേണ്ടത്, എങ്ങനെയാണ് ദേവാലയം ഉണ്ടാക്കേണ്ടത്, എങ്ങനെയാണ് പ്രതിഷ്ഠ നടത്തേണ്ടത്, എങ്ങനെയാണ് പൂജ കഴിക്കേണ്ടത്, എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത് ഇത്യാദികളായ വിഷയങ്ങളെ വളരെ വിസ്തരിച്ച് ചിന്തിക്കുകയും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഗ്രന്ഥങ്ങളെയാണ് എന്ത് പറയുന്നത്? തന്ത്രഗ്രന്ഥങ്ങൾ അഥവാ ആഗമങ്ങൾ അഥവാ നിഗമങ്ങൾ. ഇത് പലതും ചെറിയ ചെറിയ വ്യത്യാസങ്ങളോടുകൂടിയ താന്ത്രിക ഗ്രന്ഥങ്ങളാണ്. ആഗമങ്ങൾ ശ്രീ ശിവൻ ഉപദേശിക്കുന്നതാണ്. ആഗതം തു ശിവവക്ത്രാത് ഗതം തു ഗിരിജാകർണേ മതം തു പത്മനാഭസ്യ ആഗമം ഇത്യുച്യതേ. വന്നത് എവിടുന്നാണ് വന്നത്? ഈ ആഗമങ്ങൾ ശ്രീ പരമേശ്വരൻ ഉപദേശിക്കുന്നതാണ്. ആരാ കേൾക്കുന്നത്? ഗിരിജ അല്ലേ, ദേവിയാണ് കേൾക്കുന്നത്. പിന്നെയോ ഇത് ആരുടെ മതമാണ്? സാക്ഷാൽ മഹാവിഷ്ണുവിന് സ്വീകാര്യമായതുകൊണ്ടാണ് അതിന് ആഗമം എന്ന് പേര്. നിഗമം എന്ന് പറഞ്ഞാൽ ശ്രീ പാർവതി ഉപദേശിക്കുന്നതാണ്. ജഗദംബിക ഉപദേശിക്കുന്നത് നിഗമവും ശ്രീ പരമേശ്വരൻ ഉപദേശിക്കുന്നത് ആഗമവും. അങ്ങനെ വരുമ്പോൾ അധ്യാത്മരാമായണം ഒരു ആഗമമാണ് അല്ലേ. ശ്രീ പരമേശ്വരൻ പാർവതീദേവിക്ക് ഉപദേശിക്കുന്നതാണ്. അപ്പോൾ ആഗമഗ്രന്ഥങ്ങൾ, തന്ത്രഗ്രന്ഥങ്ങൾ. ഇനി അടുത്തതാണ്, ഇപ്പം എത്ര കഴിഞ്ഞു? നമ്മൾ 7 കഴിഞ്ഞു ഇല്ലേ? 7 കഴിഞ്ഞു. 8ാമത്തെ ആധ്യാത്മിക ശാസ്ത്രങ്ങളെയാണ് സ്തോത്രങ്ങൾ എന്ന് പറയാം. സ്തോത്രങ്ങൾ അല്ലേ, നമുക്കൊരു പക്ഷേ വേദം പോട്ടെ, ഉപനിഷത്ത് പോട്ടെ ഒക്കെ പോട്ടെ അല്ലേ, നമുക്ക് കുറച്ചെങ്കിലും പരിചയമുള്ള, സാമാന്യ ജനങ്ങൾക്ക് പരിചയമുള്ളതാണ് എന്ത്? സ്തോത്രം. സ്തോത്രഗ്രന്ഥങ്ങൾ വൈദിക കാലം മുതൽക്കുള്ളവയാണ്. വേദത്തിലെ സ്തോത്രങ്ങളെയാണ് സൂക്തങ്ങൾ എന്ന് പറയാം. മേധാസൂക്തം, ഇന്ദ്രസൂക്തം, അഗ്നിസൂക്തം, ശ്രീസൂക്തം, ദുർഗാസൂക്തം കേട്ടിട്ടുണ്ടാവും അല്ലേ. സൂക്തങ്ങൾ എന്താ ചെയ്യുന്നത്? ഈശ്വരനെ സ്തുതിക്കുകയാണ്. അപ്പോൾ വൈദിക കാലത്താകട്ടെ പുരാണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കാണാം സ്തോത്രങ്ങൾ ഇങ്ങനെ അല്ലേ. ഇപ്പം നമ്മൾ ഭാഗവതം എടുത്തു കഴിഞ്ഞാൽ കുന്തി സ്തുതി, അത് കഴിഞ്ഞാൽ ഭീഷ്മസ്തുതി, അത് കഴിഞ്ഞാൽ അങ്ങനെ പ്രഹ്ലാദസ്തുതി, എല്ലാവരും സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്തോത്രഗ്രന്ഥങ്ങൾ വൈദിക കാലം മുതൽക്കുള്ളവയാണ് സ്തോത്രങ്ങൾ. അങ്ങനെ വേദങ്ങളിലും പിന്നെ എന്താ പറയുക പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ വ്യാപിച്ചുകൊണ്ട് ആധുനിക ആചാര്യന്മാരിൽ വരെ, അത് ശങ്കരാചാര്യസ്വാമികളാകട്ടെ, ശ്രീനാരായണ ഗുരുദേവനാകട്ടെ അല്ലേ, അവരെല്ലാവരിലൂടെയും ഇന്നും സജീവമായി നിൽക്കുന്നതായ ഒരു പ്രസ്ഥാനമാണ്, ആധ്യാത്മികമായിരിക്കുന്ന സ്രോതസ്സാണ് എന്ത് സ്തോത്ര സാഹിത്യം. ഇപ്പോൾ സ്വാമിജി വരെ എഴുതാറുണ്ട് സ്തോത്രം അല്ലേ. അപ്പോൾ അത് ലൈവാണ്. ഇന്ന് മാത്രമല്ല, പണ്ട് വൈദിക കാലത്ത് മാത്രമല്ല, ഇന്നും മഹാത്മാക്കളാൽ അല്ലേ രചിക്കപ്പെട്ടുകൊണ്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആധ്യാത്മിക പ്രസ്ഥാനമാണ് സ്തോത്രം. എന്താ ഈ സ്തോത്രം? പല പദങ്ങളുണ്ട്. സ്തോത്രം, സ്തുതി, സ്തവം, നുതി എന്നൊക്കെ പറഞ്ഞ് പല 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 പര്യായങ്ങളുണ്ട് സ്തോത്രത്തിന്. ഓക്കെ, എന്താ സ്തോത്രം എന്ന് വെച്ചാൽ പറയാണ്, സ്തൂയത്തെ അനേന, ഇതിനാൽ സ്തവിക്കപ്പെടുന്നത് കൊണ്ട്, സ്തൂയത്തെ അനേന ഇതി സ്തോത്രം. എന്തായി? അപ്പോൾ ഈ സംസ്കൃതത്തിൻ്റെ കാര്യം നല്ല രസമാണ്. നമുക്കൊരു പദം അറിയില്ല. അപ്പോൾ എന്താ ഈ പദത്തിൻ്റെ അർത്ഥം എന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം എന്താ, സ്തവം മനസ്സിലായില്ല, അപ്പോൾ നോക്കിയപ്പോൾ സ്തൂയത. ഇനിയിപ്പോൾ എന്താ ഈ സ്തൂയത വെച്ചാൽ എന്താ? സ്തൂയത്തെ പ്രശംസ്യത്തെ എന്നാണ്, പ്രശംസിക്കുക എന്നർത്ഥം. ഈ സ്തവനം സ്തുതി, സ്തവനം, നുതി, സ്തോത്രം ചെക്കർത്ഥം സ്തൂയതേ. എന്താ സ്തൂയത വെച്ചാൽ പ്രശംസത്തെ അല്ലേ. എന്താ? ഗുണകർമ്മ ആദിഭിഹി പ്രശംസത്തെ ഇത് സ്തവം. പ്രശംസിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്തവം.
ഇങ്ങനെ ഗുണങ്ങളെ, കർമ്മങ്ങളെ, രൂപത്തെയൊക്കെ ആധാരം ചെയ്ത് എപ്പോഴാണോ പ്രശംസിക്കുന്നത്, അതിനെ എന്താ പ്രശംസിക്കുക വെച്ചാൽ പ്രകർഷേണ ശംസിക്കുക. പ്രശംസിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെരി ഗുഡ് എന്ന് പറയാൻ മാത്രമല്ല, അതിനെ വ്യക്തമാക്കുക എന്നും അർത്ഥമുണ്ട്. സംസ്കൃതത്തിൽ പ്രശംസ എന്നുള്ള പദത്തിന് ഒരാളെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്ന് മാത്രമല്ല അർത്ഥം, ടു ക്ലാരിഫൈ എന്നും അർത്ഥമുണ്ട്. പ്രകർഷേണ ശംസതേ, വേണ്ട വണ്ണത്തിൽ അത് വ്യക്തമാക്കുന്നത് കൊണ്ടും അതാണ് പ്രശംസ. ഗുണം, കർമ്മം മുതലായവയെ കൊണ്ട് മനോവാഗതീതങ്ങളായിരിക്കുന്ന തത്വങ്ങളെ നമുക്ക് വ്യക്തമാക്കി തരുന്നു. ഈശ്വരൻ ന തത്ര വാഗച്ഛതി ന മനഃ ന വിദ്മഃ ന വിജാനീമഃ, അല്ലേ? അവിടെ വാക്കും പോവില്ല, മനസ്സും പോവില്ല. ഋഷി പറയാ, എൻ്റെ കുട്ടി, ഞാനിത് നിന്നൊക്കെ എങ്ങനെയാണ് പറഞ്ഞു തരിക, എനിക്ക് അറിഞ്ഞുകൂടാന്നാണ്. കഥമേതനുശിഷ്യാം, ഇതെങ്ങനെയാണ് നിനക്ക് പറഞ്ഞു തരേണ്ടത്, എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ മനസ്സിനോ വാക്കിനോ പ്രവേശനമില്ലാത്തതായ തത്വത്തെ ഗുണത്തെയും കർമ്മത്തെയും ഒക്കെ ആധാരമാക്കി നമ്മളെപ്പോലുള്ളവർക്ക് അറിയുവാൻ വേണ്ടി വളരെ വളരെ വ്യക്തമായി, വളരെ സരളമായി, വളരെ ലഘുവായി അവതരിപ്പിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, സ്തോത്രങ്ങൾ എന്ന് പറയാം. സ്തോത്രം ചെറിയ കാര്യമല്ല. സ്തോത്രം ഒരു സാഹിത്യമാണ്. സ്തോത്രം ഒരു ശാസ്ത്ര പദ്ധതിയാണ്. പിന്നെ പറയാണ്, മത്സ്യപുരാണം പറയണു, സ്തോത്രങ്ങൾ 4 വിധത്തിലാണ്. സ്തോത്രം ഒന്നൊന്നല്ല, പല വിധത്തിലുള്ള സ്തോത്രങ്ങളുണ്ട്. 4 വിധത്തിലുള്ള സ്തോത്രങ്ങളുണ്ട് എന്ന് ആര് പറയണു? മത്സ്യപുരാണം പറയണു. എന്താ അത്? പറയാണ്, ദ്രവ്യസ്തോത്രം, കർമ്മസ്തോത്രം, വിധിസ്തോത്രം, തഥൈവാഭിജനസ്തോത്രം, സ്തോത്രമേതച്ചതുർവിധം. ഏതത് സ്തോത്രം ചതുർവിധം, 4 വിധത്തിലുള്ളതായ സ്തോത്രങ്ങൾ സ്തോത്ര സാഹിത്യത്തിലുണ്ട്. ഒന്നെന്താണ്? ദ്രവ്യസ്തോത്രം, ദ്രവ്യങ്ങളെക്കുറിച്ച് സ്തുതിക്കുന്നതായ സ്തോത്രങ്ങൾ. ദ്രവ്യം, എന്താ ദ്രവ്യം? മാറ്റർ, അല്ലേ? ദ്രവ്യം എന്ന് പറഞ്ഞാൽ വസ്തു, മാറ്റർ. ദ്രവ്യത്തെക്കുറിച്ചിട്ട് ദ്രവ്യ ഗുണകർമ്മ സാമാന്യ വിശേഷമായ, അതായത് പദാർത്ഥങ്ങൾ, ദ്രവ്യം എന്ന് പറയുന്നതായിട്ട്, അതായത് മാറ്റർ, അതിനെക്കുറിച്ച് പറയുന്നതായിട്ടുള്ള സ്തോത്രങ്ങൾ. കർമ്മസ്തോത്രം, കർമ്മങ്ങളെക്കുറിച്ച്, പ്രവൃത്തികളെക്കുറിച്ച് സ്തുതിക്കുന്നതായിട്ടുള്ള സ്തോത്രങ്ങൾ. വിധി, വിധി വെച്ചാൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്തുകൂടാ, അല്ലേ? ഇന്നതാണ് ചെയ്യേണ്ടത്, ഇന്നത് ചെയ്തുകൂടാ, അല്ലേ? സത്യം വദ, ധർമ്മം ചര, സ്വാധ്യായാൻ മാ പ്രമദഃ, അല്ലേ? സത്യം വദ, സത്യം പറയണം, ധർമ്മം ചര, ചെയ്യണം, സ്വാധ്യായത്തിന് മറന്നുകൂടരുത്, അല്ലേ? ഇത് ചെയ്യണം, ഇത് ചെയ്യരുത്, ഇത്യാദികൾ, അതിനാണ് വിധി എന്ന് പറയാം. അങ്ങനെയുള്ള സ്തോത്രങ്ങളുണ്ട്. ഇനി 4ാമതാണ് തദൈവ അഭിജന സ്തോത്രം. നമുക്ക് പരിചിതങ്ങളായ സ്തോത്രങ്ങൾ ഇവയാണ്. എന്താണ്? അഭിജന സ്തോത്രം. അഭിജനം വെച്ചാൽ 2 അർത്ഥം. ഒന്ന്, എല്ലാവരിലും വസിക്കുന്നവനെ കുറിച്ചിട്ടുള്ള സ്തോത്രം. ജനം, അഭിജനം. അഭിജനം വെച്ചാലോ എല്ലാവരിലും വസിക്കുന്നവൻ. ആരാ? വിശ്വം വിഷ്ണുർവഷത്കാരോ ഭൂതഭവ്യഭവത് പ്രഭു, ഭൂതകൃത് ഭൂതഭൃദ്ഭാവോ ഭൂതാത്മാ, ഭൂതഭാവന, ഭൂതാത്മാ, എല്ലാ ജീവജാലങ്ങളിലും വസിക്കുന്നവനായ ശ്രീ ജഗദീശ്വരൻ്റെ സ്തോത്രം. ഒരർത്ഥം അഭിജനം ചാൽ. 2ാമത്തത് അഭിജനം ചലോ അവൻ്റെ ആളുകൾ, എന്നുവെച്ചാലോ ഭഗവാന്റെ ആളുകൾ, ചലോ ഭക്തന്മാർ, ഭക്തന്മാരെ കുറിച്ചിട്ടുള്ള സ്തോത്രം. അപ്പോൾ സ്തോത്രങ്ങൾ മഹാത്മാക്കളെ കുറിച്ചുള്ള സ്തോത്രങ്ങളുണ്ട്, പിന്നെ ശ്രീ ഭഗവാനെ കുറിച്ചിട്ടുള്ള സ്തോത്രം. അതാണ് അഭിജന സ്തോത്രം. അതാണ് 4ാമത്തെ തരം. ഇനി നമുക്കറിയുന്നതായ സ്തോത്രങ്ങൾ 9 തരത്തിലുള്ള, നമ്മൾ ഇപ്പോൾ പതുക്കെ വേദങ്ങളിൽ നിന്നൊക്കെ വന്നു, നമ്മളിപ്പോൾ പഠിക്കുന്നതായ, നമ്മൾ അറിയുന്നതായ സ്തോത്രങ്ങൾ, അവ 9 തരത്തിലുള്ള സ്തോത്രങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു 4 വിഭാഗങ്ങളുണ്ട്. ഏതാ 4 വിഭാഗങ്ങൾ? ദ്രവ്യസ്തോത്രം, കർമ്മസ്തോത്രം, വിധിസ്തോത്രം, അഭിജനസ്തോത്രം. അഭിജനസ്തോത്രം 9 തരത്തിലുണ്ട്. ഓക്കെ, 9 തരത്തിലാണ് അഭിജനസ്തോത്രങ്ങൾ.
എന്തിനാണ് അഭിജന സ്തോത്രങ്ങൾ? പറഞ്ഞതുപോലെ ഭഗവാനിലേക്ക് ആളെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അഭിജന സ്തോത്രങ്ങൾ എന്താ? അതൊരു തോണി പോലെയാണത്രേ. അല്ലെങ്കിൽ ഇന്നത്തെ പറഞ്ഞാൽ ബസ് പോലെയാണ്, അല്ലെങ്കിൽ കാറ് പോലെയാണ്, അല്ലെങ്കിൽ ട്രെയിൻ പോലെയാണ്, അല്ലെങ്കിൽ എയ്റോപ്ലെയിൻ പോലെയാണ്, അല്ലേ? എന്താ അഭിജനം? അവിടത്തേക്ക് ആളുകളെ എത്തിക്കുക, ഈശ്വരനിലേക്ക് നമ്മളെ നയിക്കാൻ വേണ്ടിയുള്ളതിനെയാണ് അഭിജനം എന്ന് പറയാം. ഒരർത്ഥം പറഞ്ഞു അഭിജനം വെച്ചാൽ എല്ലാവരിലും ഇരിക്കുന്നവൻ. രണ്ടാമത്തെ അർത്ഥം പറഞ്ഞു അഭിജനം വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഭക്തന്മാർ. മൂന്നാമത് അഭിജനം വെച്ചാൽ ജനങ്ങളെ ഭഗവാനിലേക്ക് ആഭിമുഖ്യമുള്ളവരാക്കി തീർക്കുക. നമ്മുടെ മനസ്സ് പുറത്തേക്ക് പോകുന്നതാണ്. ഈ ബഹിർമുഖമായിരിക്കുന്ന മനസ്സിനെ അന്തർമുഖമാക്കി ഈശ്വരനിലേക്ക് തിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് സ്തോത്രങ്ങൾ. അങ്ങനെയുള്ള സ്തോത്രങ്ങളാണ് എന്ത് പറയുക? അഭിജന സ്തോത്രം എന്ന് പറയാം. ഈ അഭിജന സ്തോത്രങ്ങൾ 9 വിധത്തിലാണത്രേ. 9 വിധത്തിലാണ് നമുക്ക് നമ്മുടെ മനസ്സിനെ ഈശ്വരനിലേക്ക് തിരിക്കാൻ പറ്റുക. നോക്കൂ, നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മളെവിടെയാണ് എന്നുള്ളതാണ്, അല്ലേ? നമുക്ക് മാത്രമേ അറിയുള്ളൂ നമ്മളെവിടെയാണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ മനസ്സ് എത്രയോ ബഹിർമുഖമാണ്. പലരും ഈശ്വരനിലേക്ക് വരുന്നത് പോലും എന്താ? അവനവൻ്റെ കാര്യം നേടാൻ വേണ്ടിയിട്ടാണല്ലേ. ശ്രീവർച്ചസ്യമായുഷ്യമാരോഗ്യം തകതരണേ അത് തരണേ ഇത് തരണേ ചഞ്ചമേ മയശ്ചമേനു കാമശ്ചമേ കാമശ്ചമേ എന്നെ സുദിനം ചമേ എന്നോ സുദിനം, നല്ല ദിവസം ഉണ്ടാവണം. പത്രം പോരാ. അശ്മാചമേ മൃത്തികാചമേ, എനിക്ക് കല്ല് വേണേ, എനിക്ക് മണ്ണ് വേണേ, എനിക്ക് പശു വേണേ, എനിക്ക് പട്ടി വേണേ, എനിക്ക് അയ്യോ അല്ലേ, പിന്നെ ഗോതമ്പ് വേണം, എള്ളു വേണം. ശരിക്കും നമുക്ക് പലപ്പോഴും സംസ്കൃതം അറിയാത്തതുകൊണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ ചോദിക്കും എന്തോ വലിയ കാര്യമാണ്. ഇതാണ് ചോദിക്കുന്നത്. അശ്മാചമേ മൃത്തികാചമേ. മോശമൊന്നുമല്ല കേട്ടോ. ചോദിക്കണമെങ്കിൽ ആരോടാ ചോദിക്കേണ്ടത്? ഭഗവാനോട് ചോദിക്കണം. വേറെ ആരോടും ചോദിച്ചു വല്ല കാര്യമുണ്ടോ? അദ്ദേഹത്തോട് ചോദിച്ചിട്ട് മാത്രമേ കാര്യമുള്ളൂ, വേറെ ആരോട് ചോദിച്ചിട്ടൊരു കാര്യമില്ല. അതുകൊണ്ട് ചോദിക്കണ്ട എന്നല്ല പറഞ്ഞത്. അപ്പോൾ നമ്മുടെ മനസ്സ് സ്വാഭാവികമായിട്ട് ബഹിർമുഖമാണ്. സത്യം അതാണ്. സത്യത്തിൽ മനുഷ്യ മനസ്സ് ബഹിർമുഖങ്ങളാണ്. അങ്ങനെയാണ് നമ്മളെ സൃഷ്ടിച്ചത്. നമ്മുടെ കുഴപ്പമില്ല, നമ്മൾ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകളാണ്. പക്ഷേ ഈ ബ്രഹ്മാവ് എന്ത് ചെയ്തു? നമ്മുടെ മനസ്സിനെയൊക്കെ പുറത്തേക്ക് വിട്ട് നമ്മളെ നശിപ്പിച്ചു, ചതിച്ചു കളഞ്ഞു നമ്മളെ. അതുകൊണ്ട് പതുക്കെ ഈ പുറത്തുള്ള സാധനത്തെ എന്ത് ചെയ്യണം? പതുക്കെ ഉള്ളിലേക്ക് ആക്കണം. അതിനെന്താ വേണ്ടത്? അതിന് വേണ്ടിയിട്ടാണ് സ്തോത്രകാവ്യത്. ഇതിനു വേണ്ടിയിട്ടാണ് എല്ലാം. അതിനു വേണ്ടിയിട്ടാണ് ഉപനിഷത്തുകൾ, അതിനു വേണ്ടിയിട്ടാണ് പുരാണങ്ങൾ. പക്ഷെ അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് സ്വാമി. ശരി, എന്നൊരു കാര്യം ചെയ്യാം. ചെറിയ കാര്യങ്ങൾ അല്ലേ, ഹൈ ഡോസ്, ചെറിയത്, എന്നാൽ എല്ലാവർക്കും മനസ്സിലാകാവുന്ന വിധത്തിൽ ആവാം എന്ന് വിചാരിച്ചിട്ടാണ് സ്തോത്ര സാഹിത്യം ഉണ്ടായത്. സ്തോത്ര സാഹിത്യത്തിൽ ഒന്നാമത് എന്താ ചെയ്യുന്നത്? നോക്കൂ, നമ്മുടെ മനസ്സ് ബഹിർമുഖമാണ്. ഈ ബഹിർമുഖമായിരിക്കുന്ന മനസ്സിനെ ധ്യാനത്തിലേക്ക് പ്രവേശിപ്പിക്കണം, അല്ലേ? ആ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മാത്രമേ, ധ്യാനം ഉറയ്ക്കുമ്പോൾ മാത്രമേ സത്യത്തിൽ ഈശ്വരനെക്കുറിച്ചിട്ടുള്ള ബോധം ഉണ്ടാവുള്ളൂ. ധ്യാനനിഷ്ഠമായ മനസ്സാണ് ഈശ്വരൻ്റെ ഉമ്മറപ്പടി. ഈശ്വരനെ കാണാൻ പോകണമെങ്കിൽ അല്ലേ, അവിടുത്തെ കാണുന്നതായിട്ടുള്ള അവിടുത്തെ സൽക്കാരവേദി അല്ലെങ്കിൽ സൽക്കാരമുറി, സിറ്റിംഗ് റൂം എന്താ? ധ്യാനനിഷ്ഠമായ മനസ്സാണ്. നമുക്കൊക്കെ അറിയാം നമ്മുടെ ധ്യാനത്തെക്കുറിച്ചിട്ട്. ധ്യാനത്തിൻ്റെ അല്ലേ, ചിലപ്പോൾ നമ്മൾ മണിക്കൂറുകൾ ധ്യാനിക്കും. എന്താണ് ഇന്ന് ധ്യാനത്തിൽ നല്ല ഓർക്കുക. ഇന്ന് ധ്യാനത്തിൻ്റെ ഒപ്പം അല്ല, ധ്യാനം നടക്കുന്നതിനൊപ്പം ഒരു പശ്ചാത്തല സംഗീതം ഉണ്ടാവും. എന്താ, ധ്യാനം മുറുകി വരുന്നതനുസരിച്ചിട്ട് പശ്ചാത്തല സംഗീതവും മുറുകി വരും. ഉറങ്ങിപ്പോവും പലപ്പോഴും. അല്ലെങ്കിലോ ധ്യാന സമയത്താണ് എനിക്കറിയുന്നൊരു സ്വാമിജി ഉണ്ടായിരുന്നു. സ്വാമിജി ധ്യാനം കഴിഞ്ഞ് വരുമ്പോൾ ആരും സ്വാമിയുടെ മുമ്പിൽ നിൽക്കില്ല. രുദ്രനായിട്ടാണ് എഴുന്നേൽക്കുക എന്നാണ് ധ്യാനത്തിൽ. ആ സമയത്താണ് മനസ്സ് ഏറ്റവും കൂടുതൽ പുറത്തേക്ക് പോവുക, അല്ലേ? അതുവരെ ഇല്ലാത്ത ചിന്തകളൊക്കെ അപ്പോൾ ധ്യാനത്തിനിരിക്കുമ്പോഴാണ്. അമ്മിണിക്കുട്ടി എനിക്ക് 10 രൂപ തരാണ്ടായിരുന്നുള്ളൂ 20 വർഷം മുമ്പ്. സത്യം ആലോചിച്ചുണ്ടോ? അതായത് ബാക്കി സമയത്തൊന്നും ഇല്ലാത്ത ചിന്തകൾ നമ്മൾ ധ്യാനത്തിലിരിക്കുമ്പോൾ കൃത്യമായിട്ട് വരും. അപ്പോൾ ഒരു നല്ല കാര്യമാണ്, അതൊക്കെ ഓർത്ത് വെച്ചാലോ നമുക്ക്. അപ്പോൾ ധ്യാനിക്കുന്നതുകൊണ്ട് പല ഗുണങ്ങളുണ്ട് കേട്ടോ. 10-20 വർഷങ്ങൾക്ക് മുമ്പ് അമ്മിണിക്കുട്ടി വാങ്ങിച്ച 10 രൂപയെക്കുറിച്ച് നമുക്ക് ആ സമയത്ത് ഓർമ്മ വരും. അപ്പോൾ മനസ്സ്, നമുക്കറിയാം നമ്മുടെ ധ്യാനം എത്രത്തോളം ഉണ്ടെന്ന്. എന്ത് ചെയ്യണം? ഈ മനസ്സിനെ എവിടെയാണോ മനസ്സുള്ളത് അവിടെ നിർത്തിക്കൊണ്ട് ധ്യാനിപ്പിക്കണം.
അല്ലാതെ അതിനെ പിടിച്ച് വലിച്ച് കമ്പി കൊണ്ട് കെട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഒരു കമ്പിക്കും മനസ്സിനെ കെട്ടാനുള്ള കഴിവില്ല. ഒരു വസ്തുവിനും മനസ്സിനെ കെട്ടാനുള്ള കഴിവില്ല. എന്ത് ചെയ്യണം? മനസ്സിനെ മനസ്സിരിക്കുന്നിടത്ത് നിന്ന് പതുക്കെ 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 എന്ത് ചെയ്യണം? മുകളിലേക്ക് കൊണ്ടുവരണം. അപ്പം അതിന് ആദ്യം എന്ത് ചെയ്യണം? അതിന് മനസ്സിന് ഇഷ്ടമുള്ളത് ചെയ്യണം. എന്താ മനസ്സിന് ഇഷ്ടമുള്ളത്? ചുറ്റിയടിക്കുക അല്ലേ? സ്വാമി നമുക്കേ ഒരു കാര്യം ചെയ്യണം. എന്താ? അതെ, ആശ്രമത്തിന് കുറച്ച് പൈസ വേണം. എന്താ വഴി? ഏറ്റവും നല്ല വഴി ആളുകളെയും കൊണ്ട് തീർത്ഥയാത്ര പോവുക. അല്ലാതെ ഇവിടെ ഇങ്ങനെ ഒരു സത്സംഗമൊക്കെ വെച്ച് കഴിഞ്ഞാൽ എത്ര പേരുണ്ട് പറയാം, നമുക്ക് 4 അമ്പലം ഇവിടെ മുഴുവൻ നിറഞ്ഞ ആളുണ്ടാവും. എന്തേ? ചുറ്റിയടിക്കാൻ മനസ്സിന് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? മനസ്സിനെ ആദ്യം ചുറ്റിയടിപ്പിക്കണം. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക? നമുക്കൊരു വൃന്ദാവന സ്തോത്രം എഴുതാം. അപ്പോൾ അങ്ങനെ വളഞ്ഞു പൊളഞ്ഞു കൊണ്ടുപോകുന്ന അതിസുന്ദരിയായിരിക്കുന്ന കാളിന്തിയുടെ കലയിൽ നിറയെ പച്ചപ്പുല്ലുകൾ നിറഞ്ഞിരിക്കുന്നതായ സ്ഥലങ്ങൾ അല്ലേ, പുൽമേടുകൾ. ആ പുൽമേടുകളിൽ മേഞ്ഞുകൊണ്ടിരിക്കുന്ന നല്ല നല്ല പശുക്കൾ. ആ പശുക്കളുടെ ഇടയിൽ ആ പശുക്കളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഗോപബാലന്മാർ. ആ ഗോപബാലന്മാരുടെ ഇടയിലൂടെ ഒരാളിങ്ങനെ ഓടി നടക്കുന്നുണ്ടാവും. വല്ലപ്പോഴും ഒക്കെ, എപ്പോഴൊന്നും കാണാൻ പറ്റില്ല. ഒരു നീല നിറത്തിലൊരു ചക്കൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ടാവും. അത്രയും നമുക്ക് പറ്റും. അല്ലാതെ അയാളെ തന്നെ ധ്യാനിക്കാമെന്ന് നടക്കില്ല. ആദ്യം എന്ത് ചെയ്യുക? പിന്നെ നദിയുടെ പുളിനങ്ങളിലുള്ള പശുക്കളുടെ ഗോപന്മാരും അതിനിടയ്ക്ക് കൂടെ വല്ലപ്പോഴും വന്നു പോകുന്ന ഒരാൾ. അതിനെയാണ് ധാമസ്തോത്രം എന്ന് പറയാം. ധാമം വെച്ചാൽ ഭഗവാന്റെ ഇരിപ്പിടം, ഭഗവാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഇന്ദ്രിയങ്ങളെ കൊണ്ട് കാണാൻ പറ്റുന്നതായിരിക്കുന്ന വിഷയങ്ങൾ. അതിനെന്ത് ചെയ്യുക? ഈശ്വരനുമായി ബന്ധിപ്പിക്കുക. എന്തിനു വേണ്ടി? അങ്ങനെ മാത്രമേ മനസ്സ് എന്ത് ചെയ്യുള്ളൂ? അന്തർമുഖമാവുള്ളൂ. അല്ലാതെ ആദ്യം തന്നെ ചിദാനന്ദ രൂപൻ എന്നൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ധാമം. അതുകൊണ്ടാണ് എല്ലാ ആചാര്യന്മാരും എഴുതിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ശങ്കരാചാര്യ സ്വാമികൾ അല്ലേ. കാശി പഞ്ചകം എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടോ? കാശി പഞ്ചകം 5 സ്തോത്രങ്ങളാണ് കാശിയെക്കുറിച്ചിട്ട്. പിന്നെ നർമ്മദാഷ്ടകം, ഗംഗാഷ്ടകം, യമുനാഷ്ടകം ഒക്കെ ഇഷ്ടം പോലെ. എന്തിനു വേണ്ടിയിട്ട്? അങ്ങനെയൊക്കെ നമുക്ക് കാണാം. ഗംഗയുടെ തീരത്ത് പോയിരുന്നിട്ട് ഗംഗാസ്ത്രോത്രമൊക്കെ ജലിക്കുമ്പോൾ ഇങ്ങനെ ഗംഗ ഒഴുകണു, നല്ല സുഖം അല്ലേ. മനസ്സിന് ഇന്ദ്രിയങ്ങളുടെ തലത്തിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യണം? ധ്യാനത്തിലേക്ക് കൊണ്ടുവരണം. നമുക്ക് എന്തൊരു മാസ്റ്റർ മൈൻഡ്സാണ് അവർ. നമുക്കൊക്കെ സാധിക്കുന്നതാണത് അല്ലേ. ഗംഗാദേവി നമുക്ക് കാണാം. നമുക്കേ പോയി കണ്ടുകൊണ്ട് അത് കണ്ടുവരുന്ന കാശി പോയിരുന്നു കൊണ്ട് കാശി പഞ്ചകം ജപിക്കാം അല്ലേ, നർമ്മദാഷ്ടകം ജപിക്കുക ഒക്കെ ചെയ്യാം. അങ്ങനെ ഈ മനോഹരങ്ങളായ സ്തുതികളാണ്. ആ സ്തുതികളുടെ ഇടയ്ക്കൂടെ വല്ലപ്പോഴും ഒക്കെ ഭഗവാൻ ഇങ്ങനെ കടന്നു വരും. അങ്ങനെ പതുക്കെ ഈ ധാമസ്തോത്രം ജപിച്ച് മനസ്സിനെ ഏകദേശമൊക്കെ ഒന്ന് പാകപ്പെടുത്തണം. അങ്ങനെ കുറച്ച് മനസ്സ് പാകപ്പെട്ട് വരുമ്പോൾ ഈ ഇടയ്ക്ക് കൂടെ ഓടി വരുന്നതായിരിക്കുന്ന ആളെക്കുറിച്ചിട്ട് നമുക്ക് ഒരു ചെറിയ ഇയാളെന്താ ചെയ്യണത്, ഈ ചെക്കൻ എന്താ അവിടെ കൂടെ ഓടി നടക്കണേന്ന് തോന്നും. അപ്പോൾ എന്തു ചെയ്യും? പതുക്കെ അടുത്ത സ്തോത്രം നമുക്ക് തരും. ലീലാസ്തോത്രങ്ങളാണ്. ഭഗവാന്റെ ലീലകളെ ആദ്യം നമ്മൾക്കിങ്ങനെ ധാമം കാണിച്ച് അവിടെ ഒരാളെ കാണിച്ചു, ഇങ്ങനെ ഓടി നടക്കുന്ന ചെക്കൻ. ഈ ചെക്കൻ എന്താ ചെയ്യണത് നോക്കിക്കഴിഞ്ഞാൽ, കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. കണ്ടോ എന്താ ചെയ്യണ ഇയാളെ? അപ്പോൾ ഉടനെ ഭഗവാന്റെ കാളിയ നർത്തനമാണ്, കാളിയ മർദ്ദനമാണെങ്കിലും അതാണെങ്കിലും ഇതാണെങ്കിലും പല ലീല. നോക്കൂ, മനസ്സ് പതുക്കെ എന്ത് പറ്റും? ലീലയാമ വെറുതെ നിൽക്കുകയല്ല, ഓടി നടക്കും, ചാടി നടക്കും, തുള്ളും അല്ലേ, പല ക്രിയകളുണ്ട് ലീലകളിൽ. അപ്പോൾ മനസ്സിന് ലീലകളിലേക്ക് ഏകാഗ്രമാക്കാൻ എളുപ്പമാണ്. എങ്ങനെയുള്ള മനസ്സ്? ധാമസ്തോത്രത്തിൽ ഓടി നടന്ന ചെക്കനെ കണ്ട മനസ്സ്. അതിനെയാണ് ലീലാസ്തോത്രങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെ ഭഗവാന്റെ ലീലകളൊക്കെ അങ്ങനെ അല്ലേ കാണുമ്പോൾ ഇതാരാ ചെക്കൻ എന്ന് തോന്നും നമുക്ക്. ഇയാളാരാ? ഈ കരാരവിന്ദം കൊണ്ട് മുഖാരവിന്ദത്തിലൊക്കെ വെച്ചിരിക്കുന്ന ഇയാളാരാ?
അച്യുതം കേശവം രാമനാരായണം അല്ലേ. ഓ പറഞ്ഞു തരാം, ഇതാരാണ്? അച്യുതനാണ്, ഇത് കേശവനാണ്, ഇത് രാമനാണ്, ഇത് നാരായണനാണ് അല്ലേ, മാധവനാണ്. ഇതിനെയാണ് നാമസ്തോത്രങ്ങൾ എന്ന് പറയാം. അംബാശാംബവി ചന്ദ്രമൗലിരബല അല്ലേ. അത് ഏത് ദേവതകളാവട്ടെ, അത് ശിവനാകട്ടെ വിഷ്ണു ആകട്ടെ, എല്ലാവർക്കും ആർക്കാണോ താല്പര്യം. അപ്പോൾ പതുക്കെ ഭഗവാന്റെ ലീലാസ്തോത്രങ്ങളിൽ നിന്ന് നാമസ്തോത്രങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. പല ഒരു നാമല്ല, ഒരു നാമം ജപിക്കാൻ ബോറാ. ഈ ഒരു നാമം പല നാമമൊക്കെയാണ്. വിഷ്ണു വഷർക്കാരോ ഭാവോ ഭൂതാത്മാത്മൻ. അപ്പം മനസ്സിനൊരു സന്തോഷം. നോക്കൂ, മനസ്സിനെ അറിഞ്ഞുകൊണ്ടാണത്, മനസ്സിലായില്ലേ? മനസ്സ് ഏകവിഷയമാക്കാൻ താല്പര്യമില്ല മനസ്സിന് പൊതുവേ. ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും എന്താണ് ദോശയും ചട്നി. ചില ആൾക്കാർക്കത് മതി കേട്ടോ, പക്ഷേ പൊതുവെ ആൾക്കാർക്ക് എല്ലാ ദിവസവും ദോശയും ചട്നിയൊക്കെ ശരിയാവില്ല. അപ്പോൾ വൈവിധ്യം വേണം മനസ്സിന്. അതിന് വേണ്ടിയിട്ടാണ് പല നാമങ്ങൾ. ഓക്കെ, അങ്ങനെ പല നാമങ്ങളൊക്കെ ചൊല്ലി കുറച്ച് ഇരുത്തം വന്നു കഴിഞ്ഞാൽ മന്ത്രസ്തോത്രങ്ങൾ. ഒരു മന്ത്രം, ആ മന്ത്രത്തെ പിരിച്ചുകൊണ്ട് നമുക്ക് എന്തു ചെയ്യും? വലിയ മന്ത്രങ്ങളെ നൽകും. ശങ്കരാചാര്യസ്വാമികളുടെ മന്ത്രമാതൃകാ പുഷ്പമാലാ സ്തോത്രം എന്ന് പറഞ്ഞിട്ട് സ്തോത്രമുണ്ട്. മന്ത്രമാതൃകാ പുഷ്പമാലാ സ്തോത്രം എന്ന് പറഞ്ഞിട്ട് ജഗദംബികയുടെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള സ്തോത്രമാണത്. മാനസപൂജ. അപ്പോൾ ആ സ്തോത്രം എന്താണ്? അതിൽ ഓരോരോ അക്ഷരങ്ങൾ ജഗദംബികയുടെ പഞ്ചദശി മന്ത്രമാണ്. അതായത് അതിൽ ഓരോ ശ്ലോകവും തുടങ്ങുന്നത് പഞ്ചദശി മന്ത്രത്തിലെ ഓരോരോ അക്ഷരങ്ങളെ കൊണ്ടാണ്. അപ്പോൾ ആ പഞ്ചദശി മന്ത്രം സ്വയം ജപിക്കാൻ നമ്മൾ അധികാരികളല്ല. പക്ഷേ എന്തു ചെയ്യാം? ഇങ്ങനെ ജപിച്ചു കഴിഞ്ഞാൽ ഈ പഞ്ചദശി മന്ത്രം ജപിക്കുന്നതിൻ്റെ ഗുണവും ഉണ്ടാകും. അത് അധികാരികളല്ലാത്തവർ ജപിച്ചാലുള്ള ദോഷം ഉണ്ടാവില്ല. നമുക്ക് എന്തൊരു അതുപോലെ ത്രിശതി എന്ന് പറയുന്നതായിട്ടുള്ള മന്ത്രങ്ങൾ. അപ്പോൾ മന്ത്രങ്ങളാണവ. അതിനെന്ത് ചെയ്യും? അതിനെ സ്തോത്രമാക്കി നമുക്ക് തരും. അതുപോലെ ദക്ഷിണാമൂർത്തി സ്തോത്രം, നമ്മൾ പഠിക്കുന്ന ദക്ഷിണാമൂർത്തി സ്തോത്രം അല്ലാതെ മന്ത്രരൂപിയായ ദക്ഷിണാമൂർത്തി സ്തോത്രമുണ്ട്. ഓം നമോ ഭഗവതേ ദക്ഷിണാമൂർത്തേ മഹ്യം മേധാം പ്രജ്ഞാം പ്രയച്ഛ സ്വാഹ. അതാണ് മന്ത്രം. ആ മന്ത്രത്തിൽ ഓരോരോ അക്ഷരങ്ങൾ എടുത്തിട്ട് ഓരോരോ ശ്ലോകങ്ങളാണ്. അപ്പോൾ ഇത് പഠിക്കുമ്പോഴോ നമ്മൾ ദക്ഷിണാമൂർത്തി മന്ത്രം ജപിച്ചു. ഇതൊക്കെ ഗുരു ഉപദേശിക്കണം എന്നാണ്. ഇതൊക്കെ ഉപദേശിക്കാനുള്ള ഗുരുക്കന്മാരെ കിട്ടാൻ വലിയ പാടാ. അപ്പോൾ എന്തു ചെയ്യുക? സ്തോത്രം ജപിച്ചോളൂ. സ്തോത്രം ജപിക്കുമ്പോൾ ആ സ്തോത്രത്തിൻ്റെ ഒപ്പം മരുന്ന് കഴിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടിക്ക് പഴത്തിൻ്റെ ഉള്ളിൽ മരുന്ന് വെച്ച് കൊടുക്കുന്നത് പോലെ നമുക്കെന്ത് പറ്റും? ആ സ്തോത്രം പഠിക്കുമ്പോൾ തന്നെ മന്ത്രം ജപിച്ചതിൻ്റെ ഗുണമുണ്ടാവും. അതിൻ്റെ പേരാണ് മന്ത്രസ്തോത്രങ്ങൾ. അപ്പോൾ ഓടി നടക്കുന്ന ചെക്കനെ കണ്ടു, ആ ചെക്കൻ്റെ ലീലകളൊക്കെ കണ്ടു. ഇനി ആ ചെക്കൻ്റെ പേര് മനസ്സിലാക്കി ചെക്കൻ്റെ മന്ത്രവും പഠിച്ചു. അപ്പോഴേക്കും മനസ്സൊക്കെ ഏകദേശമൊക്കെ ഒരു പരുവാവും. അങ്ങനെയുള്ള മനസ്സിന് അടുത്തതാണ് രൂപസ്തോത്രം. മിന്നും പൊന്നിൻ കിരീടം തരിവള കടകം കാഞ്ചി പൂഞ്ചേലമാല ധന്യശ്രീവത്സസ് അല്ലേ. നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പെയിൻറ്റ് ചെയ്യും ഭഗവാനെ അല്ലേ. കൃത്യമായിട്ട് എങ്ങനെയാണോ വാക്കുകളെ കൊണ്ട് ചിത്രം വരയ്ക്കാം, ഓരോരോ ഭാഗങ്ങളും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ അതിങ്ങനെ എന്താ പറയുക തെളിഞ്ഞു വരും നമുക്ക്. അപ്പോൾ അങ്ങനെ മനസ്സിൻ്റെ കണ്ണാടിയിൽ മനോമുകുരത്തിൽ ഈശ്വരൻ്റെ രൂപത്തെ പ്രതിബിംബിപ്പിക്കുന്നതായ സ്തോത്രങ്ങളുണ്ട്. അവയാണെന്ത് പറയുക? രൂപസ്തോത്രം എന്ന് പറയുക. ഭഗവാന്റെ രൂപങ്ങൾ നമ്മുടെ മനസ്സിൽ അങ്ങനെ തെളിഞ്ഞു വരും. അത് അങ്ങനെ നമ്മുടെ മനസ്സ് ഭഗവാന്റെ രൂപത്തിലേക്ക് ആകർഷിക്കപ്പെടുമ്പോൾ ഭഗവാന്റെ രൂപം നമ്മുടെ മനസ്സിലങ്ങനെ തെളിഞ്ഞ് കാണാൻ പറ്റും. അത് ഏത് രൂപത്തിലാണെങ്കിലും അല്ലേ. ധ്യായേ നിത്യം മഹേശം രജതഗിരിനിഭം ചാരുചന്ദ്രാവതംസം രത്നാകൽപുജ്വലാംഗം പരശുമൃഗവരാഭീതിഹസ്തം പ്രസന്നം അല്ലേ.
അമ്പിളിത്തെല്ലും പിച്ചകമാലയും തുമ്പമാലയും ചാർത്തി വിളങ്ങുന്ന അമ്പിൽ നല്ല തിരുമുടി കാണണം തൃശിവ പേരൂർ വാഴും ശിവശംഭോ. ഓരോരോരോ അംഗങ്ങൾ അല്ലേ? കേശാദിപാദം പാദാദികേശം നമ്മുടെ മനസ്സിലങ്ങനെ വരച്ചു തരും. അവയാണ് എന്ത് പറയുക? അവയാണ് രൂപസ്തോത്രങ്ങൾ എന്ന് പറയുക. അത് ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സ് സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ ആ ഭഗവാന്റെ രൂപം അങ്ങനെ തെളിഞ്ഞു വിളങ്ങും. ഒരു ധ്യാനവും ചെയ്യണ്ട, സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ ശ്രീ ഭഗവാന്റെ ഏതാണോ നമ്മുടെ ഇഷ്ടദേവത, ആ ഇഷ്ടദേവതയുടെ മനോഹരമായിരിക്കുന്ന രൂപം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വിളങ്ങി തുടങ്ങും. അതിനു വേണ്ടിയിട്ടാണ് രൂപസ്തോത്രങ്ങൾ. ഇപ്പം എവിടുന്നാണ് തുടങ്ങിയത്? ധാമത്തിൽ നിന്ന് തുടങ്ങി. പിന്നെ ലീല കണ്ടു. പിന്നെ ആ ലീലയിൽ ഓടി നടക്കുന്ന ചെക്കനെ കുറിച്ചിട്ട് നാമം ജപിച്ചു. നാമത്തോടൊപ്പം മന്ത്രം ജപിച്ചു. അങ്ങനെ നാമവും മന്ത്രവും ജപിച്ച് ശുദ്ധമായ മനസ്സുകൊണ്ട് ഭഗവാന്റെ രൂപം കാണാൻ തുടങ്ങി. കേശാദിപാദമായിട്ട് പാദാദി കേശമായിട്ട് അല്ലേ? ഘനസംഗമിടയുന്ന തിരുമുഴി. അങ്ങനെ ഓരോരോ ഭഗവാന്റെ ഭഗവതിയുടെ ദേവൻ്റെ ഏതാണോ നമ്മുടെ ഇഷ്ടം, ആ ഇഷ്ടദേവതയുടെ രൂപത്തെ അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഭഗവാന്റെ രൂപം മനസ്സിലങ്ങനെ തെളിഞ്ഞു വരുമ്പോൾ ഒരു ദിവസം നമ്മുടെ മനസ്സിൽ തോന്നും, ഇതാരാ ഇയാൾ? നമ്മുടെ മനസ്സിന് ഇത്രയും ആനന്ദം നൽകുന്നതായ ഈ ഈശ്വരൻ ആരാ എന്ന് നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായിട്ട് ഒരു ആഗ്രഹം ഉണ്ടാവും, അറിയാൻ ജിജ്ഞാസ ഉണ്ടാവും. അപ്പോഴോ സത്യം ജ്ഞാനമനന്തം സത്യം ജ്ഞാനമനന്തം പ്രണമത ഗോവിന്ദം പരമാനന്ദം. ആരാ ഇത്? ഈ ഗോവിന്ദൻ ഗോവിന്ദൻ എന്ന് പറഞ്ഞിട്ട് കയ്യിലിങ്ങനെ മുരളിയൊക്കെ ഉളിക്കൊണ്ട് നിൽക്കുന്ന ഈ ചെക്കൻ ആരാണ്? അല്ലേ, ആ വൃന്ദാവനത്തിൽ ഓടിക്കൊണ്ട് നടന്നതായ ആരാണ്? സത്യം ജ്ഞാനമനന്തം പ്രണമത ഗോവിന്ദം പരമാനന്ദം. ഇതാരാന്നാ വിചാരിച്ചത്? ഇത് സച്ചിദാനന്ദ കട്ടയാണ്, ആനന്ദഘനമാണിത്. നമ്മൾ കാണുന്ന ഈ നാമരൂപങ്ങളെല്ലാം അതിൽ പ്രതിഫലിക്കുന്നവ മാത്രമാണ്. സത്യത്തിൽ ആരാണ്? ആ ഭഗവാന്റെ ഗുണങ്ങളെക്കുറിച്ച് ബോധമുണ്ടാവും അല്ലേ? ഭഗവാനിലുള്ളതായ അല്ലേ ആ ജ്ഞാനം, ഭഗവാനിലുള്ളതായ വൈരാഗ്യം, ഭഗവാനിലുള്ള ഈശ്വരാനുകമ്പ മുതലായിരിക്കുന്ന ഗുണങ്ങൾ നമ്മുടെ മനസ്സിൽ അങ്ങനെ തിളയാൻ തുടങ്ങും. അതിനെയാണ് ഗുണസ്തോത്രങ്ങൾ എന്ന് പറയുന്നത്. ഈ ഗുണസ്തോത്രങ്ങൾ പിടിച്ച് മനസ്സങ്ങനെ ഏകാഗ്രമായി വരുമ്പോൾ നമ്മളെന്ത് ചെയ്യും? ശാസ്ത്രം പതുക്കെ നമ്മളെ തത്വത്തിലേക്ക് കൊണ്ടുപോകും. അല്ലയോ അല്ലേ? ആരെയാണോ നീ ഈ കൃഷ്ണനായി, രാമനായി, വിഷ്ണുവായി, ദേവിയായി, ശിവനായി ധ്യാനിച്ചത്, അതാരാണ്? അത് നിൻ്റെ സ്വരൂപമാണ്. മനോബുദ്ധ്യഹങ്കാര ചിത്താനി നാഹം നച ശ്രോത്ര ജിഹ്വേ നച ഘ്രാണനേത്രേ. അല്ലേ? ഇതൊന്നുമല്ല ഞാൻ. ആരാ ഈ ശിവൻ ശിവൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത്രയും കാലം ആരാധിച്ചത്? ചിദാനന്ദരൂപ ശിവ അഹം ശിവോഹം ശിവോഹം ശിവോഹം. നോക്കൂ, എത്ര മനോഹരമായിട്ട് പടിയായി നമ്മളെ ആ തത്വത്തിലേക്ക് എത്തിക്കാൻ പറ്റി. ഇതാണ് സ്തോത്ര സാഹിത്യത്തിൻ്റെ മാഹാത്മ്യം. നമ്മൾ ഏത് തലത്തിലാണെങ്കിലും നമ്മളെ സ്വാഭാവികമായി അന്തർമുഖരാക്കി ആ പരമമായ സത്യത്തിലേക്ക് എത്തിക്കുവാനുള്ള കഴിവ് ആർക്കുണ്ട്? സ്തോത്ര സാഹിത്യത്തിനുണ്ട്. അതാണ് സ്തോത്രത്തിൻ്റെ മാഹാത്മ്യം. അങ്ങനെ അപ്പോൾ എത്രനായി? നമ്മളിപ്പോൾ എത്ര തരത്തിലുള്ള സ്തോത്രങ്ങളെ കണ്ടു? 7 വിധം. ഇനി 8ാമത്തെ ഒരു സ്തോത്ര സാഹിത്യമുണ്ട്. അവയെ പ്രാർത്ഥനാ സ്തോത്രം എന്ന് പറയും. എന്താ പ്രാർത്ഥിക്കേണ്ടത്? അല്ലേ? ഭഗവാന്റെ അടുത്ത് പോയി നമ്മൾ നിന്നു.
ഇനിയിപ്പോൾ എന്താണ് ഭഗവാനോട് പറയേണ്ടത് അതും സൂക്ഷിക്കണം അല്ലേ. വല്ലതും വിളിച്ച് പറഞ്ഞാൽ അതുപോലെ തഥാസ്തു എന്ന് പറയും ഭഗവാൻ. അപ്പോൾ എന്താ ഭഗവാനോട് ചോദിക്കേണ്ടത് അതും നമ്മളെ പഠിപ്പിക്കണം. അവിനയമപനയ വിഷ്ണു ദമയ മനഃശമയ വിഷയ മൃഗതൃഷ്ണാം ഭൂതദയാം വിസ്താരയ താരയ സംസാരസാഗരതഃ. എന്താ പ്രാർത്ഥിക്കേണ്ടത്? അവിനയമപനയ വിഷ്ണു, ഭഗവാനെ എൻ്റെ മനസ്സിലുള്ളതായ അഹങ്കാരത്തെ ഇല്ലാണ്ടാക്കണേ. അവിനയമപനയ വിഷ്ണു ദമയ മനഃ, അല്ലേ, എൻ്റെ മനസ്സിനെ എനിക്ക് അടക്കാനൊന്നും പറ്റില്ല, അവിടുന്ന് എൻ്റെ മനസ്സിനെ അടക്കി തരണേ. ദമയമന, അല്ലേ. പിന്നെ എൻ്റെ മനസ്സിന് എന്തുകൊണ്ടാണ് അടങ്ങാത്തത്? വിഷയമൃഗതൃഷ്ണാം, എൻ്റെ സുഖം എന്ന് പറയുന്നത് മറ്റുള്ളവരിലാണ്, മറ്റു വസ്തുക്കളിലാണ്, ലോകത്തിലാണ് എന്ന ഭ്രമം കൊണ്ടാണ് മനസ്സടങ്ങാത്തത്. ശമയ വിഷയമൃഗതൃഷ്ണാം, എൻ്റെ ആനന്ദം പുറമേയാണെന്നുള്ളതായ തൃഷ്ണയെ തെറ്റിദ്ധാരണയില്ലാതാക്കി തരണേ. പിന്നെയോ ഭൂതദയാം വിസ്താരയ, എല്ലാ ജീവജാലങ്ങളിലും അവിടുന്ന് തന്നെയാണ് ഇരിക്കുന്നതെന്ന ബോധത്തോടെ എല്ലാ ജീവജാലങ്ങളിലോടും പ്രേമമുണ്ടാകണേ. താരയ സംസാരസാഗരത, ഭഗവാനെ ഈ സംസാരസാഗരത്തിൽ നിന്ന് എന്നെ മറുകര കടത്തി തരണേ. നമുക്ക് എന്ത് മനോഹരങ്ങളായ സ്തോത്രങ്ങളാണ് അല്ലേ. ഇതിനെയാണ് പ്രാർത്ഥനാ സ്തോത്രം പറയാം. ഇനി അടുത്തതാണ് മിശ്രസ്തോത്രം. എന്താ മിശ്രസ്തോത്രം വെച്ചാൽ, ഇപ്പം നമുക്ക് കാണാൻ പറ്റും ശരിക്കും സ്തോത്ര സാഹിത്യത്തിൽ ചില സ്തോത്രങ്ങൾ ഇതുപോലെ നമുക്ക്, ചില സ്തോത്രങ്ങൾ ഗുണസ്തോത്രങ്ങളാണ്, ചില സ്തോത്രങ്ങൾ തത്വസ്തോത്രങ്ങളാണ്, ചിലത് ഭഗവാന്റെ രൂപസ്തോത്രങ്ങളാണ്, ചിലത് ഭഗവാന്റെ ലീലാസ്തോത്രങ്ങളാണ് അല്ലേ. പക്ഷേ മിക്ക സ്തോത്രങ്ങളും മിശ്രസ്തോത്രങ്ങളാണ്. എന്നുവെച്ചാലോ ഈ സ്തോത്രങ്ങളിൽ ഭഗവാന്റെ നാമമുണ്ടാവും, ഭഗവാന്റെ രൂപമുണ്ടാവും, ഭഗവാന്റെ ഗുണമുണ്ടാവും, ഭഗവാന്റെ ക്രിയയുണ്ടാകും, പിന്നെ ഭഗവാന്റെ മാഹാത്മ്യമുണ്ടാവും, ഭഗവാന്റെ തത്വമുണ്ടാവും, ഒപ്പം നമ്മുടെ പ്രാർത്ഥനയുണ്ടാവും. അപ്പോൾ പല വിഷയങ്ങൾ ഒരുമിപ്പിച്ച് ചേർത്തിട്ട് നമ്മുടെ ഒരു അവിയൽ പോലെ നല്ല അല്ലേ. അപ്പോൾ എല്ലാം ചേർത്തുണ്ടാക്കുന്ന സ്തോത്രങ്ങളെയാണ് മിശ്രസ്തോത്രം എന്ന് പറയുക. ഈ എന്താ പറയുക, നമ്മുടെ പല ഭാഗങ്ങളിലും ഈ പ്രകൃതി ചികിത്സക്കാരുണ്ട് ഇല്ലേ. പ്രകൃതി ചികിത്സക്കാർ നമ്മുടെ കൂട്ടാനുകളിൽ എക്സെപ്റ്റ് ചെയ്യുന്ന ഒരേ ഒരു കൂട്ടാനേ ഉള്ളൂ, എന്താ? അവിയലാണെന്നാണ്. അവിയൽ കഴിച്ചോളൂ, ഇഷ്ടം പോലെ എന്നാണ്. എന്താ, എല്ലാം ഉണ്ട് അതിൽ അല്ലേ, എല്ലാം അതിലടങ്ങിയിരിക്കുന്നത് കൊണ്ട് അവിയൽ കഴിച്ചോളാനാണ്. അതുമാതിരി നമുക്ക് പല വിധങ്ങളായിരിക്കും, എല്ലാം വേണം നമുക്ക്. സ്തോത്രവും വേണം, പഠനവും വേണം, രൂപവും വേണം. അങ്ങനെ എല്ലാം കൂടി ചേർത്ത് ഉണ്ടാക്കുന്ന സ്തോത്രങ്ങളെയാണ് എന്ത് പറയുന്നത്? മിശ്രസ്തോത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ എന്തായാലും ഗുരുദേവൻ്റെ സമാധിയോടനുബന്ധിച്ചിട്ടാണ് ഇന്നത്തെ ഈ അന്തർയോഗം. അപ്പോൾ ഇന്ന് നമുക്ക് ഗുരുദേവൻ്റെ തന്നെ ഒരു സ്തോത്രത്തെ പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗുരുദേവനെ കുറിച്ചിട്ട് അനേക സ്തോത്രങ്ങളുണ്ട്. അതിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു സ്തോത്രമാണ് ചിന്മയ അഷ്ടകം അല്ലേ. 8 ശ്ലോകങ്ങൾ, അതിമനോഹരങ്ങളായ ശ്ലോകങ്ങൾ. അങ്ങനെ ഈ 8 ശ്ലോകങ്ങളെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ആരെക്കുറിച്ചിട്ട്? ശ്രീ ചിന്മയാനന്ദ സ്വാമികളെ കുറിച്ചിട്ട്. അങ്ങനെ ചിന്മയാനന്ദ സ്വാമികളെക്കുറിച്ച് ഉള്ള ഈ ശ്ലോകങ്ങളെയാണ് ചിന്മയാഷ്ടകം എന്ന പേരിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. നമുക്കൊന്ന് ആദ്യം വായിക്കാം. നമുക്കൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്, അതുകൊണ്ട് ആദ്യമൊന്ന് ആ ശ്ലോകം ഒന്ന് വായിക്കാം, ഒരുമിച്ച് വായിക്കാം അല്ലേ. എല്ലാവർക്കും അറിയുന്നതല്ലേ. നിങ്ങളുടെ കയ്യിൽ ഈ പുസ്തകം ഉണ്ടല്ലോ അല്ലേ, എല്ലാവരുടെ കയ്യിൽ. അതിൽ പേജ് നമ്പർ 9, പേജ് 9 ചിന്മയാഷ്ടകം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒന്നാമത്തെ ശ്ലോകം നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഓരോരുത്തർക്കും ഓരോരോ ശ്ലോകം അല്ലേ, ചിലയിടത്ത് ഓരോ ട്യൂണായിരിക്കും, എന്തായാലും കുഴപ്പമില്ല. ഓംകാരസൂനമകരന്ദരസംപിബന്ധം അധ്യാത്മഭൃംഗമവനീതലഭാഗ്യശൃംഗം
ആനന്ദപൂർണമതിമപ്രമിതപ്രഭാവം ശ്രീചിന്മയം ഗുരുവരം ഹൃദി ഭാവയാമി. ശ്രീചിന്മയം ഗുരുവരം ഹൃദി ഭാവയാമി. ഭാവയാമി എന്നുള്ളതാണ് ക്രിയ. എപ്പോഴും സംസ്കൃതത്തിലെ എന്തും മനസ്സിലാക്കണമെങ്കിൽ ആദ്യം അതിനെന്ത് ചെയ്യണം? അതിനെ പദ്യത്തെ ഗദ്യാക്കണം. സംസ്കൃതത്തിൻ്റെ ഒരു ഗുണം അല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് ദോഷം ആയിട്ട് തോന്നുന്നത് എന്താ വെച്ചാൽ സംസ്കൃതത്തിൻ്റെ വ്യാകരണ നിബദ്ധതയാണ്. നോക്കൂ, ഇപ്പോൾ ഇംഗ്ലീഷിൽ രാമ വെൻ ടു ദ ഫോറസ്റ്റ്. ഇംഗ്ലീഷിലെ ക്രിയ, ഇംഗ്ലീഷിലൊരു സെൻറ്റൻസ് ആക്റ്റീവ് വോയിസിൽ എപ്പോഴും എങ്ങനെയായിരിക്കണം? സബ്ജക്റ്റ് ആദ്യം വേണം, പിന്നെ വെർബുണ്ടാകണം, അടുത്തതായിരിക്കണം, പിന്നെ ആയിരിക്കണം ഒബ്ജക്റ്റ്. SVO അല്ലേ? സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് എന്നുള്ളതാണ് ഇംഗ്ലീഷിൻ്റെ ക്രമം. അത് തെറ്റിയാൽ കാര്യം കുഴക്കും. രാമ വെൻ ടു ഫോറസ്റ്റിന് പകരം ഫോറസ്റ്റ് വെൻ ടു രാമ എന്ന് പറഞ്ഞാൽ കഥ മാറി, അർത്ഥം മാറി. എന്തോ രാമൻ എവിടെ ഇരിക്കുമ്പോൾ കുറേ ഫോറസ്റ്റിന് അടുത്ത് വന്നു എന്ന് അർത്ഥം വരും. അപ്പോൾ ഇംഗ്ലീഷിൽ ഇത് വളരെ വളരെ നിബദ്ധമാണ്, അത് മാറ്റാൻ പാടില്ല. SVO എന്നുള്ളത് അതിൻ്റെ അത് മാറ്റിക്കഴിഞ്ഞാൽ അർത്ഥം മാറിപ്പോവും അല്ലേ? രാമൻ വനത്തിലേക്ക് പോയി. പക്ഷേ ഭാരത ഭാഷകളിൽ, അതായത് ഭാരത ഭാഷകളിൽ 2 തരത്തിലുള്ള ഭാഷകളുണ്ട്. ഒന്ന്, നമുക്കൊക്കെ അറിയുന്നത് പോലെ 7 വിഭക്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പദവും ക്രിയയും തമ്മിലുള്ള ബന്ധം 6 ഇവ കാണിക്കുന്നവയാണ് വിഭക്തികൾ. ചില ഭാഷകളിൽ ഈ പ്രത്യയങ്ങൾ, അതിനോട് ചേർക്കുന്നതായ പ്രത്യയങ്ങൾ പദത്തിൽ നിന്ന് ഭിന്നമാണ്. ചിലത് പദത്തോട് ചേരും. എന്നുവെച്ചാൽ ഞാനിപ്പോൾ വ്യാകരണ ക്ലാസ് എടുക്കുകയല്ല, എന്നാലും ഇപ്പോൾ ഹിന്ദിയിൽ പ്രത്യയവും പദവും വിഭിന്നമാണ്. രാം കാ വാണി, രാം കി വാണി, രാം കാ ഘർ അല്ലേ? അപ്പോൾ കാ, കേ, കി, നേ, കോ, സേ, മേം, പർ എന്നൊക്കെ പറയുന്ന പ്രത്യയങ്ങൾ പദത്തിന് ഭിന്ന. മലയാളത്തിൽ ഒരുമിച്ചാണ്. അപ്പോൾ രാമൻ വനത്തിലേക്ക് പോയി എന്ന് നമുക്ക് പറയാം. പോയി വനത്തിലേക്ക് രാമൻ എന്നും പറയാം. വനത്തിലേക്ക് പോയി രാമൻ എന്നും പറയാം. എന്തുകൊണ്ട്? ഈ പ്രത്യയവും പദവും തമ്മിൽ ചേർന്ന് അത് ഒരു പദമായി തീർന്നതുകൊണ്ട് ഈ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് വെർബ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റിയാലും അർത്ഥം വ്യത്യാസപ്പെടില്ല. ഇതുമാതിരിയാണ് സംസ്കൃതവും. പലപ്പോഴും ആളുകൾക്ക് സംസ്കൃതം പഠിക്കാൻ വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രാമനെ അല്ലേ? ഇപ്പോൾ ഹിന്ദിയിൽ എളുപ്പമാണ് രാം കോ, ആ കോ വെച്ച് മാറ്റി സീത കോ, രാം കോ, കുച്ച്ബി അല്ല, എന്ത് വേണമെങ്കിലും കോ അവിടെ ചേർത്താൽ മതി, വിഭിന്നമാണ്. ഇപ്പോൾ സംസ്കൃതത്തിൽ അങ്ങനെയല്ല. രാമം, സീത വന്നു കഴിഞ്ഞാലോ സീതം എന്ന് പറയാൻ പാടില്ല, സീതാം. അപ്പോൾ പദവും വിഭക്തിയും പദവും ചേർന്നിട്ടാണ്, പ്രത്യയവും ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? വിഭക്തികൾ ഉണ്ടാകുന്നത്. ഇത് കാരണം കൊണ്ട് സംസ്കൃതത്തിലെ പദങ്ങൾ എവിടെ എഴുതിയാലും അർത്ഥം വ്യത്യാസപ്പെടില്ല. രാമഃ വനം ഗച്ഛതി, ഇംഗ്ലീഷ് അല്ലേ? സബ്ജക്റ്റ് ഒബ്ജക്റ്റ് വെർബ് അല്ലെങ്കിൽ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്. രാമഃ ഗച്ഛതി വനം, രാമഃ വനം ഗച്ഛതി, വനം ഗച്ഛതി രാമഃ. ഒരു വ്യത്യാസമില്ല. അതുകൊണ്ട് പലപ്പോഴും എന്ത് പറ്റും? സംസ്കൃത പദ്യങ്ങളിൽ കർത്താവ് ഒരിടത്തായിരിക്കും, കർമ്മം വേറൊരിടത്തായിരിക്കും, ക്രിയ വേറൊരിടത്തായിരിക്കും. ഇതിനിടയ്ക്ക് നിറയെ നാമവിശേഷങ്ങൾ കർമ്മവിശേഷങ്ങളൊക്കെ ഉണ്ടാവും. ആകെപ്പാടെ മനസ്സിലാക്കാൻ പ്രയാസമാണ് നമുക്ക് തോന്നുന്നതാണ് സംസ്കൃതം പഠിക്കാത്തതുകൊണ്ട്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? അന്വയിക്കണം എന്നാണ്. എന്താ ഈ അന്വയിക്കുക വെച്ചാൽ ഗദ്യത്തെ പദ്യമാക്കുക, പദ്യത്തെ ഗദ്യമാക്കുക. ഇപ്പം പദ്യമായിട്ടാണ് അവിടെ എവിടെയൊക്കെയാണ് അതിനെ ഒരേ ഓർഡറിൽ പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി അതേ രീതിയിൽ ഒരുമിപ്പിക്കുന്നതിൻ്റെ പേരാണ് എന്ത് പറയുന്നത്? അതിനെന്ത് ചെയ്യണം? ആദ്യം ക്രിയ കണ്ടുപിടിക്കണം. ഇവിടുത്തെ എന്താ ക്രിയ? ഭാവയാമി എന്നാണ് ക്രിയ. ഭാവയാമി
രഘുവീരം അല്ലേ? രഘുവീര ഭാവയാമി. ഈ ഭാവയാമി എന്നുള്ളതിന് എന്താ അർത്ഥം ചോദിച്ചാൽ എന്തും അർത്ഥമാവാന്നാണ്. സംസ്കൃതത്തിലെ ചില പദങ്ങൾക്ക് പല അർത്ഥങ്ങളാവാം. ഭാവയാമി വെച്ചാൽ ഭാവിക്കുന്നു. എന്താ ഈ ഭാവിക്കുക വെച്ചാൽ എന്ന് വെച്ചാൽ ചിന്തിക്കുന്നു എന്ന് പറയാം, അല്ലെങ്കിലോ ധ്യാനിക്കുന്നു എന്ന് പറയാം, അല്ലെങ്കിലോ ആരാധിക്കുന്നു എന്ന് പറയാം, അല്ലെങ്കിലോ സ്നേഹിക്കുന്നു എന്ന് പറയാം, അല്ലോ എന്തും പറയാം. ഭാവയാമി എന്നുള്ള പദത്തിന് അതുപോലെയാണ് കലയാമി അല്ലേ? കലയാമി, കല് ധാതുവിനും ഇതാണ്, കല് കാമധീനു. എന്തർത്ഥം വേണമെങ്കിലും അതിൻ്റെ സാഹചര്യം എടുത്ത് പറയാം. അപ്പോൾ ഇവിടെ എന്താ? ഭാവയാമി, ഞാൻ ഭാവിക്കുന്നു. എന്താ ഈ ഭാവിക്കുക? പല അർത്ഥങ്ങളുണ്ട്. എവിടെ ഭാവിക്കുന്നു? ഹൃദി ഭാവയാമി. ഹൃദി എന്ന് വെച്ചാലോ ഹൃദയത്തിൽ. അഹം ഭാവയാമി. കർത്താവാരാണ്? അഹം. പറഞ്ഞിട്ടില്ലല്ലോ, അത് മനസ്സിലാക്കാം. ഭാവയാമി എന്ന് പറഞ്ഞാൽ അഹമാണ്. അഹം ഭാവയാമി, ഞാൻ ഭാവിക്കുന്നു, ഞാൻ ചിന്തിക്കുന്നു, ഞാൻ ധ്യാനിക്കുന്നു. എവിടെ ധ്യാനിക്കണോ? ഹൃദി, ഹൃദയത്തിൽ. ആരെ ധ്യാനിക്കണോ? ചിന്മയം. അഹം ചിന്മയം ഹൃദി ഭാവയാമി. ഞാൻ ചിന്മയനെ ഹൃദയത്തിൽ ഭാവിക്കുന്നു, ധ്യാനിക്കുന്നു, പ്രേമിക്കുന്നു. എന്താർത്ഥം? അയ്യോ, ഇതാരായി ചിന്മയൻ എന്ന് പറയുന്നത്? അപ്പുറത്തെ വീട്ടിലെ പയ്യനെങ്ങാനും ആണോ? അല്ലല്ല, ഗുരുവരം. ഗുരുക്കന്മാരിൽ ശ്രേഷ്ഠനായിരിക്കുന്ന അല്ലേ? ഗുരുവരം, ഗുരുക്കന്മാരിൽ ശ്രേഷ്ഠനായിരിക്കുന്ന ചിന്മയനെ ഞാൻ ഹൃദയത്തിൽ ധ്യാനിക്കുന്നു. അഹം ഗുരുവരം ശ്രീചിന്മയം ഹൃദി ഭാവയാമി. ഞാൻ ഹൃദയത്തിൽ ഗുരുവരനായിരിക്കുന്ന ശ്രീചിന്മയനെ ഭാവിക്കുന്നു, ധ്യാനിക്കുന്നു, ആരാധിക്കുന്നു, പ്രേമിക്കുന്നു, ഓർക്കുന്നു. ആരാണ് ചിന്മയൻ? ആരാണ് ഈ ഗുരുവരൻ? നമുക്കത് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.